പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുന്ന് അങ്ങോട്ട് സ്വഹാബത്തും സലഫുകളും താബിഉകളുമെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം നന്നായി വായിക്കുക എന്നതാണ്. പരിശുദ്ധ ഖുർആൻ അവതീർണമായത് തന്നെ വായിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ്. മനുഷ്യരോട് പഠനത്തിനു വേണ്ടി, മനനത്തിനു വേണ്ടി, ഗവേഷണത്തിനു വേണ്ടി അതിശക്തമായ രീതിയിൽ പ്രോത്സാഹിപ്പിച്ച ഒരു മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ചരിത്രത്തിലൊരു വാചകം നമുക്കിങ്ങനെ വായിക്കാം: ഇഖ്റഉ താരീഖ ഇദ് ഫീഹിൽ ഇബർ ളല്ല ഖൗമുൻ ലൈസ യദ്റൂനൽ ഖബർ. ചരിത്രം നിങ്ങൾ വായിച്ചു നോക്കുക. ആ ചരിത്രത്തിൽ നിങ്ങൾക്ക് ധാരാളം പാഠങ്ങളുണ്ട്, ഒട്ടനേകം തിരിച്ചറിവുകളുണ്ട്. ചരിത്രമറിയാത്ത മനുഷ്യർ ധാരാളം വഴിപിഴച്ചു പോയിട്ടുമുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മുസ്ലിം സമൂഹം അവരുടെ ഇന്നലകളുടെ ചരിത്രത്തെ, ജാഹിലിയത്തിൻ്റെ ചരിത്രത്തെ വായിച്ച് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയുടെ മരുമണ്ണിൽ ഭൂജാതനായി പ്രവാചകന്റെ നുബുവത്തിൻ്റെ നിയോഗത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായ സംഭവങ്ങളെ സംബന്ധിച്ചുമൊക്കെ നന്നായി വായിക്കുമ്പോൾ നമുക്ക് ചില തിരിച്ചറിവുകൾ ലഭിക്കും. ചരിത്ര പുസ്തകങ്ങൾ നമ്മൾ പരതിയാൽ അതിൽ ചില രംഗങ്ങളുണ്ട്. ആ രംഗങ്ങളെ വിശദമായി വിശദീകരിക്കുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്കിലും ആമുഖമായി ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുകയാണ്. ദൗസ് ഗോത്രത്തിൻ്റെ തലവൻ മദീനയിൽ നിന്ന് കഅബാലയത്തിലേക്ക് പുറപ്പെടുകയാണ്. തുഫൈൽ ഇബ്നു അംർ അദ്ദൗസി. അദ്ദേഹം മക്കയിലേക്ക് പുറപ്പെടുന്ന കാലത്ത് മക്കയുടെ ബൗണ്ടറികളിൽ നിന്ന് അബൂജഹലിനെ പോലെ, അബൂലഹബിനെ പോലെയുള്ള ഖുറൈശികളിലെ ഇസ്ലാമിൻ്റെ ബദ്ധവൈരികളായ ആളുകൾ ദൗസിൻ്റെ തലവനെ കണ്ടുമുട്ടുന്നുണ്ട്. കാരണം തുഫൈൽ ഇബ്നു അംർ ഒരു നേതാവാണ്. തുഫൈൽ ഇബ്നു അംർ ഒരു നല്ല കവിയാണ്. അറബി സാഹിത്യത്തെക്കുറിച്ച് നന്നായി അറിവുള്ള ദൗസ് ഗോത്രത്തിൻ്റെ പടത്തലവനായ തുഫൈൽ ഇബ്നു അംർ, അദ്ദേഹം എങ്ങാനും ഇസ്ലാം സ്വീകരിച്ചാൽ മദീനയിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ മദീനയിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ അപകടകരമാണ്. അതുകൊണ്ട് തന്നെ തുഫൈൽ ഇബ്നു അംർ മക്കയിലേക്ക് കടന്നു വരുമ്പോൾ മക്കയുടെ ബൗണ്ടറികളിൽ നിന്ന്, മദീനയിൽ നിന്നാണ് അദ്ദേഹം പുറപ്പെടുന്നത്, മക്കയുടെ ബൗണ്ടറികളിൽ നിന്ന് ചില പരദൂഷണങ്ങളുണ്ട്. അന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയുക്തനായ കാലമാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശക്തമായ ആദർശ പ്രബോധനം നടന്നുകൊണ്ടിരിക്കുന്ന കാലവുമാണ്. തുഫൈൽ ഇബ്നു അംർ മക്കയുടെ ബോർഡറിലെത്തിയപ്പോൾ അബൂജഹലിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞു, ഇവിടെ ഒരു വ്യക്തി കടന്നു വന്നിട്ടുണ്ട്, നമുക്കും നമ്മുടെ കാരണവന്മാർക്കും പരിചയമില്ലാത്തൊരു പുതിയ മതമാണ് അവൻ പ്രചരിപ്പിക്കുന്നത്. മുഹമ്മദ് എന്നാണ് അവൻ്റെ പേര്, മുഹമ്മദ് എന്നാണ് അവനെ വിളിക്കുന്നത്. നാട്ടിൽ നല്ല പ്രശസ്തിയാർജിച്ച നന്മയുള്ളവനെന്ന് വിശേഷിപ്പിക്കപ്പെട്ടവനാണ്. പക്ഷേ 40-ാമത്തെ വയസ്സ് മുതൽ പിഴച്ചുപോയി. ഇന്നലകളുടെ ദിവസങ്ങളിൽ അദ്ദേഹത്തെ ഞങ്ങൾ വാഴ്ത്തി പറഞ്ഞിരുന്നു. സത്യസന്ധത കൊണ്ട്, അദ്ദേഹത്തിൻ്റെ നന്മകൾ കൊണ്ട്, അദ്ദേഹത്തിൻ്റെ വിശ്വസ്തത കൊണ്ട്, അദ്ദേഹത്തിൻ്റെ സ്വഭാവ മഹിമകൾ കൊണ്ട്, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലുള്ള ധാർമ്മികമായ ഉത്തുംഗമായ ഏറ്റവും ഉത്തമമായ മാതൃകകൾ കൊണ്ട് ആ മുഹമ്മദിനെ ഞങ്ങൾ വാഴ്ത്തി പറഞ്ഞിരുന്നു. പക്ഷേ 40-ാമത്തെ വയസ്സിൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ദൗത്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചു കൊടുത്ത അന്ന് മുതൽ മക്കയിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചത് കാടനെന്നും ഈ സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കാൻ കടന്നു വന്നവരുമാണെന്നാണ്. അവിടെയാണ്
തുഫൈൽ ഇബ്നു അംറിനെ അബൂജഹലും കൂട്ടരും തടഞ്ഞു നിർത്തി പറയുന്നത്, മക്കയിൽ മുഹമ്മദ് ഉണ്ട്, അതുകൊണ്ട് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, അവൻ്റെ വലയിൽപ്പെടാൻ സാധ്യതയുണ്ട്. അവൻ്റെ സംസാരം കേട്ടാൽ ചിലപ്പോൾ നമ്മൾ വീണുപോകും. കാരണം അത്ര വശ്യതയുണ്ട് ആ പ്രവാചകന്റെ സംസാരത്തിൽ, അത്ര കൃത്യമാണ് ആ പ്രവാചകന്റെ സംസാരം, അത്ര സത്യമാണ് ആ പ്രവാചകൻ പറയുന്നതൊക്കെ. അതുകൊണ്ട് തുഫൈൽ, താങ്കൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകും, നിങ്ങളുടെ സമൂഹത്തിൽ ഐക്യഛിദ്രത സംഭവിക്കും, നിങ്ങൾ നിങ്ങളുടെ കാക്കക്കാരണവന്മാരായി പാലിച്ചു വന്നിരുന്ന ദീനിനെ നിങ്ങൾ ഒഴിവാക്കും. ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അബൂജഹലും ടീമും. അവസാനം പ്രിയമുള്ളവരെ, തുഫൈൽ ഇബ്നു അംർ അദ്ദേഹത്തിൻ്റെ 2 ചെവിയിലേക്കും വലിയ പഞ്ഞികളെടുത്ത് തിരികെ വെച്ചു. എന്നിട്ടാണ് തുടർന്ന് യാത്ര ചെയ്തത്. കഅബയിലെത്തി. തുഫൈൽ ഇബ്നു അംറിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നബിയെ കാണരുത് എന്നതായിരുന്നു, മുഹമ്മദിനെ കാണരുത് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ കഅബാലയത്തിലെത്തി തുഫൈൽ ഇബ്നു അംർ അവിടെ നിൽക്കുമ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടപ്പുറത്തുണ്ട്. പ്രവാചകന്റെ സംസാരം തുഫൈൽ ഇബ്നു അംറിൻ്റെ കാതിൽ നിറച്ച പഞ്ഞികൾക്ക് ശക്തി കുറഞ്ഞു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശ പ്രബോധനത്തിൻ്റെ ചില വാക്കുകൾ തുഫൈൽ ഇബ്നു അംറിൻ്റെ കർണപടത്തിലേക്ക് വന്നടിച്ചപ്പോൾ തുഫൈൽ ഇബ്നു അംറിന് തോന്നി, എന്താണ് ഇതിൽ പ്രശ്നമുള്ളത്? ഞാൻ നല്ല ബുദ്ധിയുള്ളവനല്ലേ? പ്രിയമുള്ളവരെ, എൻ്റെ ഈ വാചകത്തെ നിങ്ങൾ ചരിത്രത്തിൽ വായിച്ചു നോക്കൂ. ഇസ്ലാമിക ചരിത്രത്തെ വായിക്കുമ്പോൾ തുഫൈൽ ഇബ്നു അംർ എന്ന് പറയുന്ന ഈ മഹാവ്യക്തിയുടെ ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ അദ്ദേഹം പറഞ്ഞ വാക്കെന്താണെന്നറിയോ? എനിക്ക് ചിന്തയില്ലേ, എനിക്ക് ബുദ്ധിയില്ലേ, ഞാൻ നല്ല ഒരു കവിയല്ലേ, ഞാൻ നല്ല ഒരു പ്രഭാഷകനല്ലേ, ഞാൻ നല്ല ഈ ദൗസ് ഗോത്രത്തിൻ്റെ ഒരു നേതാവല്ലേ, പിന്നെ എന്തിനാണ് മുഹമ്മദ് പറയുന്നതൊന്ന് കേട്ടാൽ എന്താണ് പ്രശ്നം? അദ്ദേഹം ചിന്തിച്ചു. ഉടനെ തുഫൈൽ ഇബ്നു അംർ തൻ്റെ കാതിലെ പഞ്ചികൾ എടുത്തു കളഞ്ഞ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് കയറി ചെന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, മുഹമ്മദ്, ഞാൻ ഈ മക്കയിലേക്ക് കടന്നു വരുമ്പോൾ മക്കയുടെ ബൗണ്ടറികളിൽ നിന്ന് എന്നെ തടഞ്ഞു നിർത്തി അബൂജഹലിനെ പോലെയുള്ള, ഉത്ബയെ പോലെയുള്ള, ഷൈബയെ പോലെയുള്ള, ആസുബിന് വായിലിനെ പോലെയുള്ള ഇസ്ലാമിൻ്റെ ബദ്ധവൈരികളായിരുന്ന ആ മനുഷ്യർ മുഴുവനും എന്നോട് നിന്നെക്കുറിച്ച് ചില ഈബത്തുകൾ, ചില പരദൂഷണങ്ങൾ പറഞ്ഞു. നിങ്ങൾ സമൂഹത്തിലെ ഐക്യം തകർക്കാൻ വന്നവനാണെന്ന്, നിങ്ങൾ ഈ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വന്നവനാണെന്ന്, നിങ്ങൾ ഇവിടെയുള്ള കെട്ടുറപ്പിനെ തകർത്ത് ഉമ്മയെയും ബാപ്പയെയും മക്കളെയും വേർതിരിക്കുന്ന ബന്ധങ്ങൾ തകർക്കുന്ന മനുഷ്യനാണെന്നാണ് ഞങ്ങളോട് അവരൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എൻ്റെ ചെവിയിൽ പഞ്ഞി തിരികൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ മുഹമ്മദ്, നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. എന്തൊക്കെയോ ചില സത്യങ്ങൾ നിങ്ങളുടെ അടുത്തുണ്ട്. അതുകൊണ്ട് മൽ ഇസ്ലാം, എന്താണ് ഇസ്ലാം, എന്താണ് ഇസ്ലാം പറഞ്ഞു തന്നാലും മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ സരളമായി, ലളിതമായി പരിശുദ്ധ ഇസ്ലാമിൻ്റെ സന്ദേശത്തെ, ആദർശത്തെ, ആചാരത്തെ വളരെ കൃത്യമായി തുഫൈൽ ഇബ്നു അംർ ദൗസി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ പ്രിയമുള്ളവരെ, തുഫൈൽ ഇബ്നു അംർ അദ്ദേഹം പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു. ഇതെവിടെ നിന്നുണ്ടായി? ഒരുപക്ഷെ തുഫൈൽ ഇബ്നു അംറിനെ നിങ്ങൾ കേട്ടു പരിചയം ഉണ്ടാവില്ല. പക്ഷേ ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ 5000 ചില്ല ഹദീസുകൾ മുസ്ലിം സമൂഹത്തിന് പകർന്നു കൊടുത്ത മഹാനായ ഒരു സ്വഹാബി വര്യൻ അബ്ദുറഹ്മാൻ ബിൻ സുഹർ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത് ഈ തുഫൈൽ ഇബ്നു അംറിൻ്റെ ദഅവത്ത് കൊണ്ടാണ്. ദൗസ് ഗോത്രത്തിലേക്ക് തുഫൈൽ ഇബ്നു അംർ ദൗസി റളിയല്ലാഹു അൻഹു തിരിച്ചു നടന്ന് ആ ദൗസ് ഗോത്രത്തിൻ്റെ ഊടുവഴികളിൽ, ദൗസ് ഗോത്രത്തിൻ്റെ ഓരോ വീടുകളിൽ കയറി ചെന്നുകൊണ്ട് ഇസ്ലാമിൻ്റെ വെളിച്ചത്തെ ഈ തുഫൈൽ ഇബ്നു അംർ ദൗസി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്തു. ദൗസ് ഗോത്രത്തിൻ്റെ അധിക പേരും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. പ്രിയമുള്ളവരെ, എങ്ങനെയാണ് ഈ പരിവർത്തനമുണ്ടായത്? ഒന്ന് കേൾക്കാൻ സന്നദ്ധരായപ്പോഴാണ്. നമ്മൾ ഇന്നും വായിക്കുന്ന, അതല്ലെങ്കിൽ വാഴ്ത്തിപ്പറയുന്ന, ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഇസ്സത്ത് എന്നെടുത്തു പറയുന്ന മഹാനായ ഒരു നേതാവാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിൻ്റെ ഇസ്ലാം സ്വീകരണത്തെ നമ്മൾ വായിക്കുമ്പോൾ 8ഓളം ചരിത്ര റിവായത്തുകളുണ്ട്. അതിൽ ഏറ്റവും പ്രബലമെന്നും ഏറ്റവും സ്വഹീഹെന്നും പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്ന ഒരു റിവായത്ത് ഇങ്ങനെയാണ്:
ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സാധാരണഗതിയിൽ മദ്യപിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഇടത്ത് തൻ്റെ കൂട്ടുകാരെ കാത്തിരിക്കുമ്പോൾ ഉമർ ഇബ്നു ഖത്താബിന്റെ കൂട്ടുകാർ വന്നില്ല ആ ദിവസം. അന്ന് ഉമർ ഒന്ന് ചിന്തിച്ചു എന്നാണ്, മക്കയിലെ മുഹമ്മദിന്റെ പ്രചരണം എന്താണ്, ഒന്ന് കേട്ടു നോക്കാം. എന്താണ് മുഹമ്മദ് പറയുന്നത്, ഒന്ന് കേട്ടു നോക്കാം. ഏതായാലും ഇന്ന് കള്ളു കുടിക്കാൻ അവസരമില്ല, കൂട്ടുകാരാരുമില്ല. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം കഅബയിലേക്ക് ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതുന്ന ഖുർആനിന്റെ ആയത്തുകൾ ശ്രദ്ധിച്ചു കേട്ടു. അതിങ്ങനെ ശ്രദ്ധിച്ചു കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇത് ഷാഇറിന്റെ വാക്കുകളാണ്, ഇതൊരു കവി ഓതുന്നതാണ്. അപ്പൊ അടുത്ത ആയത്ത്, ഇത് ഷാഇറിന്റെ വാക്കുകളല്ല, വമാ ഹുവ ബിഖൗലി ഷാഇർ, ഇത് ഷാഇറിന്റെ വാക്കുകളല്ല. അപ്പൊ ഉടനടി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതൊരു കാഹിനിന്റെ വാക്കുകളാണ്, ഒരു ജോത്സ്യന്റെ വാക്കുകളാണ്. അപ്പോഴാണ് അടുത്ത ആയത്ത്, വലാ ബിഖൗലി കാഹിൻ, ഇതൊരു ജോത്സ്യന്റെ വാക്കുമല്ല. അസ്സലാമു അലൈക്കും. സഹോദരങ്ങളെ, ഞാൻ സൂചിപ്പിച്ചു വന്നത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധമായ ഇസ്ലാം സ്വീകരിക്കുന്നതിൻ്റെ ചരിത്ര നിമിഷങ്ങളാണ്. അതിനുള്ള ഏറ്റവും വലിയ കാരണം, കൂട്ടുകാരൊന്നും കാണാതിരുന്ന ഒരു സമയത്ത് അദ്ദേഹം മുഹമ്മദ് നബി ഒന്ന് കേൾക്കാം, എന്താണ് പ്രവാചകൻ പറയുന്നത് എന്നൊന്ന് ആലോചിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയായിരുന്നു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാമിലേക്കുള്ള ആ കടന്നുവരവിൻ്റെ തുടക്കം. അപ്പം അതുകൊണ്ട് ചരിത്രം നമ്മളിങ്ങനെ വായിക്കുമ്പോൾ സ്വഹാബത്തൊക്കെ കടന്നു വന്നത് ഇങ്ങനെയാണ്. നമ്മളിന്നും റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ആ മാതൃകകൾ അവർ ഇസ്ലാമിൻ്റെ കുടക്കീഴിലേക്ക്, തണലിലേക്ക് കടന്നു വന്നതിൻ്റെ ചരിത്രത്തിൻ്റെ പിന്നിൽ കേൾവി എന്നത് പ്രധാനമാണ്. ഒരൊറ്റ സംഭവം കൂടെ ഉണർത്താം. മദീനയിലേക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്തിനു വേണ്ടി പറഞ്ഞയക്കുന്നുണ്ട് മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിനെ. ഇസ്ലാമിൻ്റെ ആദ്യത്തെ സഫീർ, അംബാസഡർ എന്നറിയപ്പെടുന്ന മുഖ്രി ഉൽ മദീന, മദീനയിലെ പണ്ഡിതൻ, മദീനക്കാർക്ക് ഇസ്ലാമിനെ പറഞ്ഞു കൊടുത്തവൻ എന്നറിയപ്പെടുന്ന മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു മദീനയിലേക്ക് ചെന്ന് അവിടെ ഇസ്ലാമിൻ്റെ ദഅവത്ത് ആരംഭിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ വീടുകളിൽ കയറിക്കൊണ്ടുള്ള ദഅവത്താണ്. പിറ്റേ ദിവസം മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ദഅവത്ത് തുടങ്ങുകയാണ്. കൂടെ അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു തആല അൻഹു ചേർന്നിട്ടുണ്ട്. അസ്അദ് ഇബ്നു സുറാറയും മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവും ഒരു ദിവസം മദീനയിലെ വളരെ ജനസംഖ്യ കൊണ്ട് അറിയപ്പെട്ട ബനു അബ്ദുൽ അഷൽ ഗോത്രത്തിലേക്ക് കടന്നു ചെല്ലുകയാണ് ദഅവത്തിന്. ഓരോ വീടുകൾ കയറി ഇറങ്ങി ഒട്ടനേകം പ്രദേശങ്ങൾ അവർ കവർ ചെയ്തു. അവസാനം ക്ഷീണിതരായിക്കൊണ്ട് ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ അവർ വിശ്രമിക്കുകയാണ്. വിശ്രമിക്കുന്ന സമയത്ത് മദീനയുടെ നേതാക്കന്മാരായ, മദീനയിലെ ബനു അബ്ദുൽ അഷൽ ഗോത്രത്തിൻ്റെ തലവന്മാരായ സഅദ് ഇബ്നു മുആദ്, അതുപോലെ തന്നെ മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ആ സഅദ് ഇബ്നു മുആദ് ഈ വാർത്തയറിയുകയാണ്, മക്കയിലെ പിഴച്ച മുഹമ്മദിൻ്റെ വാദങ്ങളുമായി മദീനയിലേക്കും ആളുകൾ കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു അന്ന് അദ്ദേഹം ഈ മുസ്അബ് ഇബ്നു ഉമൈറിനെ കാണാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. ചരിത്രത്തിൽ ഈത്തപ്പനത്തോട്ടത്തിൽ ക്ഷീണിതനായി കിടക്കുന്ന സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല, ഈ ഈത്തപ്പനത്തോട്ടത്തിൽ ക്ഷീണിതനായി കിടക്കുന്ന മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലേക്ക് ഉസൈദ് ഇബ്നു ഖുദൈർ, അതുപോലെ തന്നെ സഅദ് ഇബ്നു മുആദ്, ഈ രണ്ട് തലവന്മാർ, ബനു അബ്ദുൽ അഷൽ ഗോത്രത്തിൻ്റെ തലവന്മാർ, ഇവർ രണ്ടുപേരും ചെല്ലുകയാണ്. ഉസൈദ് ഇബ്നു ഖുദൈറിനോട് സഅദ് ഇബ്നു മുആദ് പറഞ്ഞു, മുസ്അബിൻ്റെ കൂടെ എൻ്റെ ബന്ധുവായ അസ്അദ് ഇബ്നു സുറാറയുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങോട്ടില്ല. ഞാൻ അവനെ എങ്ങാനും കണ്ടാൽ വകവരുത്തും, തല്ലും. എൻ്റെ കയ്യിൽ കടാരയുണ്ട്, ഞാൻ അവനെ വകവരുത്തും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടില്ല. നീ അവരെ പോയി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അങ്ങനെ ഉസൈദ് ഇബ്നു ഖുദൈർ കടാര പുറകിൽ പിടിച്ചുകൊണ്ട്, അദ്ദേഹം കയ്യിൽ വെച്ചുകൊണ്ട് മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹുവിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറഞ്ഞെന്താണെന്നറിയോ, നിങ്ങളുടെ മക്കയിലെ പിഴച്ച വാദങ്ങൾ മദീനയിലെ ഈ ഭൂമിയിൽ നിങ്ങൾ പ്രബോധനം ചെയ്യരുത്. നിങ്ങളെ ഞങ്ങൾ വകവരുത്തും. ഈ മദീനയിൽ നിങ്ങളുടെ പിഴച്ച സന്ദേശങ്ങൾ വേണ്ട. മക്കയുടെ മണലാരണ്യത്തിൽ ഐക്യഛിദ്രത വരുത്തിയ, കുടുംബ ബന്ധങ്ങളെ തകർത്തെറിഞ്ഞ,
ഞങ്ങളുടെ കാരണവന്മാരായി ആരാധിച്ചു വന്നിരുന്ന ആരാധനാ മുറകളെയൊക്കെ തട്ടിത്തെറിപ്പിച്ച ഈ പ്രബോധനത്തിന്റെ സന്ദേശങ്ങൾ മദീനയുടെ മണൽച്ചരികൾക്ക് കേൾക്കേണ്ടതില്ല എന്ന് അവിടെ വെച്ച് ഉസൈദ് ബിൻ ഖുദൈർ പറഞ്ഞപ്പോ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ചോദിക്കാനുള്ളത്. പ്രബോധനത്തിന്റെ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ഏത് മുജാഹിദുകളാവട്ടെ അവർക്കൊക്കെ ചോദിക്കാനുള്ള ഒരൊറ്റ ചോദ്യമുണ്ട്. അതെന്താ? മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ചോദിക്കാൻ, എന്നെ ഒന്ന് കേട്ടുകൂടെ? ഒരല്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേട്ടാൽ എന്താ? നിങ്ങൾക്ക് ചിന്താശേഷിയില്ലേ? നിങ്ങൾക്ക് വകതിരിവില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല സവിശേഷമായ ബുദ്ധി എന്ന ഏറ്റവും വലിയ ഗുണം നിങ്ങൾക്ക് തന്നിട്ടില്ലേ? നല്ലതേതാണ് ചീത്തതേതാണെന്ന് തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയ ഒരു പ്രത്യേകത മനുഷ്യന്റെ തലച്ചോറെന്ന റഹ്മാനായ റബ്ബ് തന്നിട്ടുള്ള ഇത് നിങ്ങൾക്കില്ലേ? പിന്നെ എന്തേ എന്നെ ഒന്ന് കേട്ടാൽ? മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞപ്പോൾ മഹാനായ ഉസൈദ് ഇബ്നു ഖുദൈർ അദ്ദേഹം ഒന്ന് സ്വരം താഴ്ത്തി, അദ്ദേഹം ഒന്ന് കേൾക്കാൻ തയ്യാറായി. എന്താണ് ഇവർ പറയുന്നത്? കേട്ടു തുടങ്ങി. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു വളരെ സുന്ദരമായി ഇസ്ലാമിൻ്റെ ആദർശത്തെ വളരെ സരളമായി പറഞ്ഞു കൊടുത്തു. പ്രിയമുള്ളവരെ, കയ്യിലുള്ള കടാര താഴെയിട്ട് കണ്ണിൽ കണ്ണുനീര് ചാലിച്ചുകൊണ്ട് മഹാനായ ഉസൈദ് ഇബ്നു ഖുദൈർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ചു. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് നിന്ന് ഇസ്ലാം സ്വീകരിച്ച് മടങ്ങിപ്പോയി. അപ്പോഴാണ് സഅദ് ഇബ്നു മുആദ് കടന്നു വരുന്നത്. സഅദ് ഇബ്നു മുആദ് വന്നുകൊണ്ട് പറഞ്ഞു, നിന്റെ ദഅവത്ത് ഇവിടെ വേണ്ട. മുസ്അബേ, നീ തിരിച്ചു പോയിക്കോ. നിനക്കതാണ് നല്ലത്, നിന്റെ ശരീരത്തിനതാണ് നല്ലത്, നിന്റെ തടിക്കതാണ് നല്ലത്. അപ്പോഴും നേരത്തെ ഉസൈദ് ഇബ്നു ഖുദൈറിനോട് ചോദിച്ച അതേ ചോദ്യം മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു സഅദ് ഇബ്നു മുആദിനോട് ചോദിച്ചു. എന്നെ ഒന്ന് കേട്ടാൽ എന്താ? നിങ്ങളൊരു സമൂഹത്തിൻ്റെ നേതാവല്ലേ? നിങ്ങളൊരു ഗോത്രത്തിൻ്റെ തലവനല്ലേ? എന്തിനു പേടിക്കണം? എന്തിനു പേടിക്കണം എൻ്റെ നാവിനെ? എന്തിനു പേടിക്കണം ഞങ്ങളുടെ ശബ്ദത്തെ? എന്തിനു പേടിക്കണം ഞങ്ങളുടെ സംസാരത്തെ? നിങ്ങൾക്ക് ആദർശത്തിൽ ബലമുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രമാണത്തിന് ശക്തിയുണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്ന ആദർശത്തിന്റെ സന്ദേശത്തിന്റെ വാഹകരായി മാറുമ്പോൾ അതിന് നിങ്ങൾക്ക് ഏറ്റവും സ്ഥൈര്യവും ധൈര്യവും ഉറപ്പുമുണ്ടെങ്കിൽ എന്തിനു ഭയപ്പെടണമെന്ന് മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു സഅദ് ഇബ്നു മുആദിനോട് ചോദിക്കാൻ. അദ്ദേഹവും ഒന്ന് ശാന്തനായി. സഅദ് ഇബ്നു മുആദ് കേൾക്കാൻ തയ്യാറായി. അദ്ദേഹം മുസ്അബ് ഇബ്നു ഉമൈറിനോട് ഇസ്ലാമിനെ കുറിച്ച് ചോദിച്ചു. ഇസ്ലാം മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു പ്രബോധനം ചെയ്തു. പ്രിയമുള്ളവരെ, അവിടെ വെച്ച് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. പിന്നീട് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ദഅവത്ത് 6 വർഷക്കാലം കൊണ്ട് 6000 വർഷത്തിൻ്റെ പ്രബോധന ചരിത്ര ത്യാഗം അള്ളാഹുവിൻ്റെ അർശ് പ്രകമ്പനം കൊള്ളുമാറ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു നടത്തിയ ദഅവത്തുണ്ട് ചരിത്രത്തിൽ. എങ്ങനെയാണ് അദ്ദേഹം മാറിയത്? ഒന്ന് കേൾക്കാൻ തയ്യാറായപ്പോഴാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ കേൾക്കാൻ തയ്യാറാവണം. നിങ്ങൾ വിശുദ്ധ ഖുർആൻ പരിശോധിച്ച് നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സൃഷ്ടിയെ ഈ ലോകത്തേക്ക് പറഞ്ഞു വിടുന്നത് ഒന്നും ബുദ്ധിയായി ഒന്നും അവൻ്റെ തലച്ചോറിൽ ഒന്നും കൊടുക്കാതെയാണ്. ബാക്കിയുള്ള ജീവികൾ അങ്ങനെയല്ല. അവർ ജനിച്ചു വീഴുമ്പോൾ തന്നെ അവർക്കുള്ള വിജ്ഞാനം അവരുടെ തലയിലുണ്ട്, അവർക്കുള്ള രീതികൾ അവരുടെ തലയിലുണ്ട്. എന്നാൽ മനുഷ്യനെ പറഞ്ഞു വിടുന്നത് എങ്ങനെയാണ്? വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. മനുഷ്യ, നിങ്ങളുടെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഈ ലോകത്തേക്ക് ഭൂജാതനാക്കി വീഴ്ത്തിയിട്ടുള്ളത്, ജന്മം നൽകിയിട്ടുള്ളത് ലാ തഅലമൂന ശൈആ, ഒന്നും അറിയാത്തവനായിക്കൊണ്ടാണ്. വാവിട്ടു കരയാനും ഓണകാട്ടി ചിരിക്കാനും മാത്രമറിയുന്ന ശുദ്ധപ്രകൃതിയിലുള്ള ഒരു കുഞ്ഞായിക്കൊണ്ട് ഈ ലോകത്തേക്ക് മനുഷ്യ നിന്നെ ഞാൻ ജന്മം നൽകിയില്ലേ? വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, നിനക്ക് ഞാൻ കാഴ്ച നൽകി, നിനക്ക് ഞാൻ കേൾവി നൽകി, നിനക്ക് ഞാൻ ചിന്താശേഷി നൽകി. എന്തിനാ കാഴ്ച നൽകിയത്? എന്തിനാ കേൾവി നൽകിയത്? എന്തിനാ ചിന്താശേഷി നൽകിയത്? മൃഗങ്ങൾക്ക് കൊടുക്കാത്ത, കാക്കക്കും പന്നിക്കും പൂച്ചക്കും കാലികൾക്കും കൊടുക്കാത്ത പ്രത്യേകമായ ഒരു ഗുണം എന്തിനാണ് മനുഷ്യന് റഹ്മാനായ റബ്ബ് നൽകിയത്? എന്നിട്ട് അള്ളാഹു ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട് പരിശുദ്ധ ഖുർആനിൽ.
13 തവണ അള്ളാഹു ആവർത്തിച്ച് ചോദിച്ചൊരു ചോദ്യം, അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നാണ്. നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? ആലോചിച്ചൂടെ? അള്ളാഹ് ചോദിച്ചതാണ്. 13 തവണ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത് എന്താ? അഫലാ തഅഖിലൂൻ, നിങ്ങളുടെ ബുദ്ധി കൊടുത്തൊന്ന് ആലോചിച്ചുകൂടെ? അഫലാ തുബ്സിറൂൻ, 3 തവണ അള്ളാഹ് ചോദിച്ചു. നിങ്ങൾക്ക് ഉൾക്കാഴ്ചയില്ലേ? നിങ്ങൾക്കതിനെ മനസ്സിലാക്കിക്കൂടെ? വിശുദ്ധ ഖുർആനിൽ 2 തവണ റഹ്മാനായ റബ്ബ് ചോദിച്ചത് അഫലാ തതദക്കറൂൻ, നിങ്ങൾ കുറ്റാലോചിച്ചുകൂടെ? പരിശുദ്ധ ഖുർആൻ 7 തവണ റഹ്മാനായ റബ്ബ് ചോദിക്കുന്നത് അഫലാ തദക്കറൂൻ, നിങ്ങൾക്ക് ചിന്തിച്ചാലോചിച്ചുകൂടെ? നോക്കൂ നിങ്ങൾ, 30ഓളം തവണ അള്ളാഹു ചോദിച്ചൊരു ചോദ്യം എന്താ? നിങ്ങളുടെ തലച്ചോറിന് ഉപയോഗിച്ചുകൂടെ എന്നുള്ളതാണ്. അള്ളാഹ് പറയാൻ, നിങ്ങളുടെ ബുദ്ധി നിങ്ങൾ ഉപയോഗിച്ചുകൂടെ? അത് ആർക്ക് മുമ്പിലും പണയം വെക്കല്ല. അത് മദീനയിലെ ഏതെങ്കിലും ആ കാട്ടാളന്മാർക്ക് മുമ്പിൽ ആരെങ്കിലും പണയം വെച്ചിരുന്നെങ്കിൽ, മദീന ചരിത്രത്തിൽ അൻസ്വാറുകളെ പോലെയുള്ള ജീവിതം മുഴുവൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി, ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി സമർപ്പിച്ച, ത്യാഗോജ്ജല ജീവൻ നയിച്ച ആ മഹാമനുഷ്യന്മാരെ നമുക്ക് കാണാൻ കഴിയില്ല. മക്കയുടെ മണലാരണ്യത്തിൽ ജനിച്ചു വളർന്ന ഉമർ ഇബ്നു ഖത്താബിനെ പോലെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ പോലെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, അലി റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ, അനസ് ഇബ്നു മാലിക്കിനെ പോലെ, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള പ്രിയമുള്ളവരെ, ചരിത്രം കണ്ട മഹാപുരുഷന്മാർക്ക് ജന്മം നൽകിയത് അവരവരുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് പറയുന്നത് എന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് ജീവിതം കൊണ്ടവർ മാതൃകകളായി മാറിയത്. അതുകൊണ്ട് അല്ലാഹ് പറയുന്നു നമ്മളോട്, അഫലാ തഅഖിലൂൻ, നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ? നിങ്ങൾക്ക് ആലോചിച്ചുകൂടെ? എന്നിട്ട് അല്ലാഹ് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മളൊക്കെ മുസ്ലിമീങ്ങൾ അല്ലേ, നമ്മളൊക്കെ വിശ്വസിക്കുന്നുണ്ട് നരകം. നമ്മൾ എന്നും നിസ്കാരത്തിൽ കാവൽ തേടുന്നത് എന്തിനെക്കുറിച്ചാണ്? പടച്ചോനെ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്നുള്ളത് തന്നെയാണ്. ആരാ അതിന് കാവൽ ചോദിക്കാത്തത്? എന്നാൽ സുഹൃത്തെ, നീ പരിശോധിച്ച് നോക്ക്, നരകത്തിൽ പോകാനുള്ള അടിസ്ഥാന കാരണം എന്താ? മനുഷ്യൻ നരകത്തിനുള്ളിലേക്ക് കൂപ്പുകുത്താൻ, സംഘമായി വലിച്ചെറിയപ്പെടാൻ കാരണമെന്താ? ഈ ഇരിക്കുന്ന അധിക പേർക്കും മനഃപ്പാടമുള്ളതല്ലെങ്കിൽ കേട്ടുപരിചയമുള്ള ഒരു അധ്യായമാണല്ലോ സൂറത്തുൽ മുൽക്ക്. ആ സൂറത്തുൽ മുൽക്ക് ഒന്ന് എടുക്കുക, അതിലെ 8 മുതൽ 10 വരെയുള്ള ആയത്തുകളൊന്ന് വായിച്ചു നോക്കൂ നിങ്ങൾ. എന്താ അവിടെ അള്ളാഹു പറഞ്ഞത്? തകാദു തമയ്യസു മിനൽ ഗൈൽ, ഉഗ്രകോപത്താൽ നരകം പൊട്ടിത്തെറിക്കുന്നൊരു സമയമുണ്ട്. കുല്ലമാ ഉൽക്കിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. കുല്ലമാ ഉൽക്കിയ ഫീഹാ ഫൗജുൻ, സംഘമായി കൂട്ടമായി നരകത്തിലേക്ക് മനുഷ്യരെ തള്ളി നിറക്കുമ്പോൾ ആ നരകത്തിൻ്റെ കാവൽമാലാകമാർ ആ നരകത്തിലേക്ക് ആപ്പതിക്കുന്ന മനുഷ്യരോട് ചോദിക്കുന്നൊരു ചോദ്യം എന്താണെന്നറിയോ? അലം യഅതികും നദീർ, പറഞ്ഞു തരാൻ ആൾ വന്നിട്ടില്ലേ എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്താണ് ദീന് എന്ന് പറഞ്ഞു പഠിപ്പിച്ചു തരാൻ ആളുകൾ വന്നില്ലയോ? അവിടെയാണ് അവർ പറഞ്ഞത്, ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ, ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു അള്ളാഹുവിൻ്റെ ദീനിനെ യഥാവിധം മനസ്സിലാക്കി തരാൻ. എന്താണ് തൗഹീദ്, എന്താണ് ബിദ്അത്ത്, എന്താണ് നന്മ, എന്താണ് ധാർമ്മികത, എന്താണ് തിന്മ, എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് വളരെ കൃത്യമായി നിർവചിച്ചു തരാൻ ഞങ്ങളിലേക്ക് പ്രബോധകന്മാരും പണ്ഡിതന്മാരും കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ അവരെ കളവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നും തന്നെ ഇറക്കിയിട്ടില്ല. നിങ്ങൾ ളലാലിൻ കബീർ, നിങ്ങൾ ഏറ്റവും വലിയ വഴികേടിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രാസംഗികന്മാരെ, ആ പ്രബോധകന്മാരെ, ആ പണ്ഡിതന്മാരെ ഞങ്ങൾ കളവാക്കുകയാണ് ചെയ്തത്. ആരാ പറയുന്നത്? നരകത്തിലേക്ക് വീണ് കളിക്കുന്ന ആളുകളാണ് പറയുന്നത്. എന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, അത് നമ്മൾ പറയരുത്. പ്രിയമുള്ളവരെ, എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നവരെ, നമ്മൾ ആ വാക്ക് പറയരുത്. ഏതാണ് ആ വാക്ക്? ഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിൽ, ഞങ്ങളൊന്ന് കേട്ടിരുന്നെങ്കിൽ, ഞങ്ങളൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ. ലൗ കുന്നാ നസ്മഉ ഔ നഅഖിൽ, ഞങ്ങളൊന്ന് കേട്ടിരുന്നെങ്കിൽ, ഞങ്ങളൊന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ. മാ കുന്നാ മിൻ അസ്ഹാബിസ് സഈർ, ഞങ്ങൾ നരകത്തിൻ്റെ ആളുകളായി മാറില്ലായിരുന്നു റബ്ബേ.
ഞങ്ങൾ അന്നൊന്ന് കേട്ടിരുന്നെങ്കിൽ ആ പറഞ്ഞ ശബ്ദത്തെ, ആ പറഞ്ഞ ആദർശത്തെ അള്ളാഹുവിൻ്റെ ഖുർആൻ വെച്ചുകൊണ്ട്, പ്രവാചകന്റെ ഹദീസുകൾ വെച്ചുകൊണ്ട്, സലഫുസ് സാലിഹുകളുടെ ഖൗലുകൾ വെച്ചുകൊണ്ട്, അതേ പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ വെച്ചുകൊണ്ട് ഞങ്ങളിലേക്ക് വന്ന് പറഞ്ഞു തന്ന ആ സംസാരത്തെ ഞങ്ങളൊന്ന് കേൾക്കാൻ സന്നദ്ധരായിരുന്നുവെങ്കിൽ മാകുന്നാ ഫി അസ്ഹാബിസ് സഈർ, ഞങ്ങൾ നരകത്തിൻ്റെ ആളുകൾ ആവില്ലായിരുന്നു. അല്ലാഹ് പറയാം. അപ്പം കേൾക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തു അറാഫിലെ 179 ആയത്തൊന്ന് വായിച്ചു നോക്കി. ഖുർആൻ ആയത്തുകളും എണ്ണവും ഞാൻ പറയുന്നത്. സൂറത്തു അറാഫിലെ 179 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം നിറക്കുന്നവരെ കുറിച്ച് പറയുന്നുണ്ട്. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, ഈ നരകത്തിനെ നിറക്കുക തന്നെ ചെയ്യും. എങ്ങനെ നിറക്കും? മിനൽ ജിന്നി വൽ ഇൻസ്, ജിന്നുവർഗത്തെ കൊണ്ടും മനുഷ്യവർഗത്തെ കൊണ്ടും നരകത്തിനെ നിറക്കും. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഏത് തരം മനുഷ്യന്മാരാണ് ആ നരകത്തിലേക്ക് വീഴുക? ആരാണ് ആ നരകത്തിനുള്ളിലേക്ക് നിറക്കപ്പെടുന്ന മനുഷ്യന്മാർ? അവരുടെ വിശേഷണങ്ങൾ എന്താ? അവരുടെ സ്വഭാവം എന്താ? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയമുണ്ട്, പക്ഷെ ഹൃദയം കൊണ്ട് മനസ്സിലാക്കേണ്ടതൊന്നും മനസ്സിലാക്കിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു പേന വാങ്ങുമ്പോൾ അതിൻ്റെ നിബ്ബ് എടുത്തിട്ട് ഇങ്ങനെ ഒരതി, അല്ലെ 4 വട്ടം അങ്ങോട്ട് എഴുതി അതിലൊരു കംഫർട്ട് തോന്നിയാലേ നമ്മൾ വാങ്ങുള്ളൂ. ഒരു സോപ്പ് വാങ്ങുമ്പോൾ പോലും അതിലെന്തുണ്ട്? നമ്മളതിൻ്റെ മണം 4-5 എണ്ണം എടുത്ത് മണത്തോക്കി. ഒരു അച്ചറ് വാങ്ങുമ്പോൾ നമ്മൾ എത്ര അതിനെ പരിശോധിക്കുന്നുണ്ട്. ഒരു 5 രൂപയുടെ പേന വാങ്ങുമ്പോൾ പോലും നാം ശ്രദ്ധിച്ച ശ്രദ്ധ എത്ര വലുതാണ്. പക്ഷേ ഇത് പരലോകത്തിൻ്റെ വിഷയമാണ്. മടക്കമില്ലാത്തൊരു ലോകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ലോകത്തിൻ്റെ വിഷയത്തിൽ, ആഖിറത്തിൻ്റെ വിഷയത്തിൽ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പരസ്പരം ഒന്ന് താരതമ്യ പഠനങ്ങൾ നടത്തി അതിനെ ഒന്ന് വിലയിരുത്താൻ എന്താണ് പ്രശ്നം? അവിടെയാണ് അല്ലാഹ് പറഞ്ഞത് ലഹും ഖുലൂബുൻ, അവർക്ക് ഹൃദയമുണ്ട്, പക്ഷേ മനസ്സിലാക്കേണ്ടതൊന്നും അവർ മനസ്സിലാക്കണില്ല. വലഹും അയ്യുനുൻ, അവർക്ക് കണ്ണുകളുണ്ട്, ലാ യുബ്സിറൂന ബിഹാ, ആ കണ്ണുകൊണ്ട് കാണേണ്ടതൊന്നും അവർ കണ്ടിട്ടില്ല. റീൽസുകളിലൂടെ, ഷോർട്സുകളിലൂടെ, സ്റ്റോറീസുകളിലൂടെ, ഫേസ്ബുക്കിൻ്റെ ആ വാളിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടുപോയ ധാരാളക്കണക്കിന് കാഴ്ചകളുണ്ട്. വൃഥാ ഇരുന്നു കൊണ്ട് തോന്നിവാസങ്ങൾ പറയുന്ന മനുഷ്യരെ പോലും കണ്ടിട്ടുണ്ട്. മണിക്കൂറുകൾ ഒരു പ്രയോജനവുമില്ലാത്ത കാഴ്ചകൾ കണ്ടു തീർത്തിട്ടുണ്ട്. പക്ഷേ മനുഷ്യ, നിന്റെ കണ്ണുകൾ കൊണ്ട് എന്തെങ്കിലും നിനക്ക് പ്രയോജനപ്പെടുന്ന കാഴ്ചകൾ നീ കണ്ടിട്ടുണ്ടോ? അള്ളാഹിൻ്റെ ചോദ്യമാണ്. അള്ളാഹു ചോദിക്കാണ്, അല്ലേ? വലഹും അയ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് കേൾവി ശക്തി അല്ലാഹ് തന്നിട്ടുണ്ട്. ആ കേൾവി ശക്തി കൊണ്ട് പല കോലത്തിലുള്ള പാട്ടുകളും കേൾക്കാൻ തയ്യാറായി. തോന്നിവാസങ്ങൾ, തെറിപ്പൂരങ്ങൾ പാട്ടായി പാടിയാലും അത് കേൾക്കുന്നതിനെ തടയാൻ ഒരു മനുഷ്യനില്ല. ഇതേ DJ മ്യൂസിക് സെന്ററുകളിലേക്ക് പ്രിയമുള്ളവരെ, ഇവിടെയുള്ള സമൂഹം കടന്നു പോകുമ്പോൾ അവരെ അത് കേൾക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് തടയുന്ന സമൂഹമില്ല. വേണ്ടാത്തരത്തിൻ്റെ സദസ്സുകളിലേക്ക് മുസ്ലിം സമൂഹം ഒഴുകിപ്പോകുമ്പോൾ, തിന്മകളുടെ സദസ്സുകളിലേക്ക്, അതേ നൈറ്റ് പാർട്ടികളിലേക്ക് ചെന്നുകൊണ്ട് ഹറാമായ മ്യൂസിക്കിനെ ഈ സമൂഹം ആസ്വദിക്കുമ്പോൾ അതൊന്നും കേൾക്കല്ല എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തുന്ന ഒരു മനുഷ്യനുമില്ല. എന്നാൽ പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളെയും ഹദീസുകളെയും വെച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ സന്ദേശത്തെ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ സദസ്സിലേക്ക് പറഞ്ഞേക്കാൻ സന്നദ്ധരല്ലെങ്കിൽ അല്ലാഹ് പറയുന്ന വാക്കെന്തലഹും വലഹും ആദാനുൻ, അവർക്ക് കേൾവിയുണ്ട്, പക്ഷേ കേൾക്കേണ്ടതൊന്നും അവർ കേട്ടിട്ടില്ല. ഉലൈക കൽ അൻആം, അവർ കന്നുകാലികളെ പോലെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിട്ട് വീണ്ടും അതിന് അടിവരയിട്ട് പറഞ്ഞു, കന്നുകാലികൾക്ക് ബുദ്ധിയില്ലല്ലോ, കന്നുകാലികൾക്ക് വിവേചന ശക്തിയില്ലല്ലോ, നന്മയേതാണ് തിന്മയേതാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സവിശേഷമായ ബുദ്ധി എന്ന ആ ഒരു ഏറ്റവും വലിയ ഗുണം അവർക്ക് നൽകിയിട്ടില്ല. പക്ഷേ മനുഷ്യനത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൽ അൻആം എന്നതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നുകൂടെ മാറ്റിക്കൊണ്ട് പറയാൻ ബൽഹും അളല്, അവർ കന്നുകാലികളെക്കാൾ തരം താഴ്ന്നവരാണ്, കന്നുകാലികളെക്കാൾ തരം താഴ്ന്നവരാണെന്നാണ്. അതുകൊണ്ട് സുഹൃത്തെ, കേൾക്കേണ്ടത് നല്ല കോലത്തിൽ കേൾക്കുക, കാണേണ്ടത് നല്ല കോലത്തിൽ കാണുക. എപ്പോഴും നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം എന്താ? ആ മഹാനായ തുഫൈൽ ഇബ്നു അംർ ദൗസി റളിയല്ലാഹു അൻഹു ചോദിച്ച ചോദ്യമാണ്. ഒന്ന് കേട്ടാൽ എന്താ, നമ്മുടെ തലച്ചോറ് കണ്ട് പെട്ടെന്ന് ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുമോ? നമ്മൾക്ക് ബുദ്ധിയില്ലേ? തുഫൈൽ ഇബ്നു അംർ ദൗസി റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ പറഞ്ഞ വാക്കതാണ്.
എനിക്ക് തലച്ചോറില്ലേ? എനിക്ക് ബുദ്ധിയില്ലേ? ഞാനൊരു കവിയല്ലേ? ഞാനൊരു സമൂഹത്തിൻ്റെ നേതാവല്ലേ? എന്തിനാണ് അബൂജഹലിൻ്റെ വാക്കുകളിൽ ഞാൻ പെടുന്നത്? എന്തിനാണ് അബൂലഹബിൻ്റെ വാക്കുകളിൽ ഞാൻ പെടുന്നത്? അതുകൊണ്ട് പ്രിയമുള്ള മുസ്ലിമീങ്ങളെ, ഈ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്കൂ. എന്നും ഇസ്ലാമിൻ്റെ തനിതായ ആദർശത്തെ പറഞ്ഞു കൊടുക്കുമ്പോൾ ചില അബൂലഹബുമാർ, ചില അബൂജഹലുമാർ എല്ലാ കാലഘട്ടത്തിലും തടയിടാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ. അത് ചരിത്രത്തിൻ്റെ ആവർത്തനം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം ഇബ്ലീസിന് ഇലാ യൗമിൽ ഖിയാമ ആയുസുണ്ട്. ഇബ്ലീസിന് ഖിയാമത്ത് നാൾ വരെ ആയുസുണ്ട്. അതുകൊണ്ട് ആ ഇബ്ലീസിൻ്റെ പ്രവർത്തനം അവൻ നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അബൂജഹൽ അവസാനിക്കൂല. അതുകൊണ്ട് സുഹൃത്തെ, നമ്മൾ കേൾക്കുക, കേട്ട് മനസ്സിലാക്കാൻ സന്നദ്ധരാവുക. എന്തെല്ലാം ചിന്തിക്കണം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാത്തിനെ കുറിച്ച് ആലോചിക്കണം. ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞു. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത്. നിങ്ങൾ ഈ ഭൂമിയിലേക്ക് നോക്കൂ, ആകാശത്തിലേക്ക് നോക്കൂ, പർവ്വതത്തിലേക്ക് നോക്കൂ, അതേപോലെ തന്നെ ഒട്ടകത്തിലേക്ക് നോക്കൂ. അതേ പടച്ചറബിൻ്റെ സൃഷ്ടിചരാചരങ്ങൾ നോക്കിക്കൊണ്ട് ലോകത്തിൻ്റെ സൃഷ്ടാവിനെ മനസ്സിലാക്കൂ. അതാ പറയുന്നത്. വെറുതെ ഇതിനൊക്കെ നോക്കിയിട്ട് നല്ല ശാസ്ത്രീയമായ പഠനങ്ങളൊക്കെ നടത്തിയിട്ട് പടച്ചൊല്ല എന്ന് പറയാനല്ല, അള്ളണ്ട് എന്ന് പറയാനാണ്. അള്ളണ്ട് എന്ന് പറയും. ഈ പ്രപഞ്ചത്തെ പഠിച്ചവൻ ഏറ്റവും കൂടുതൽ നരകത്തിൽ നിന്ന് കാവൽ ചേടും. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. പ്രപഞ്ചത്തെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിച്ചിട്ട് എന്താ പറഞ്ഞത്? റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, മാ ഖലഖ്ത ഹാദാ ബാതില, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് വെറുതെയല്ല. അതുകൊണ്ട് റബ്ബേ, നീ എത്ര പരിശുദ്ധനാണ്. ഫഖിനാ അദാബന്നാർ, നരകത്തിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ. അപ്പോൾ പ്രപഞ്ചം പഠിച്ചവൻ ഏറ്റവും കൂടുതൽ പറയേണ്ടത് എന്താ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൻ നാർ എന്നാണ്. പ്രപഞ്ചത്തെ പഠിച്ചിട്ടും അള്ളാഹിനെ മനസ്സിലാക്കാത്തവന് അത്രയും തലച്ചോറില്ലാന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ ഓം വലിയ സയൻറ്റിസ്റ്റാണ്, ഓം വലിയ വിചക്ഷണനാണ്, ചിന്തകനാണ് എന്നതല്ല. അതുകൊണ്ട് അള്ളാഹ് ചോദിക്കുന്നൊരു ചോദ്യം എന്താ? കൈഫ തക്ഫുറൂന ബില്ലാഹ്, നിങ്ങൾ എങ്ങനെ അള്ളാഹിനെ നിഷേധിക്കുക? അത് മനസ്സിലാവണില്ല. അള്ളാഹിനെ എങ്ങനെ നിഷേധിക്കുക? അള്ളല്ല എന്ന് പറയുന്നതിനേക്കാൾ വിഡ്ഢി ആരാ ഉള്ളതെന്ന ലോകത്ത്. കാരണം ഒരു അറാബിയായ മനുഷ്യനോട്, ഗ്രാമീണനായ മനുഷ്യനോട്, ഒരു അറബി നാട്ടിൽ സംഭവിച്ചൊരു സംഭവമാണ്. ഒരു വ്യക്തി വന്ന് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൽ വിശ്വാസമുണ്ടോ? അള്ളാഹു ഉണ്ടോ? അപ്പോൾ അറാബി പറഞ്ഞു, ഉണ്ട്. അപ്പം നേരെ തിരിച്ച് ഇദ്ദേഹം ആ അറാബിയോട് ചോദിച്ചു, എങ്ങനെയാണ് നീ റബ്ബിൽ വിശ്വസിക്കുക? നീ റബ്ബിനെ കണ്ടിട്ടുണ്ടോ? നീ റബ്ബിനെ സ്പർശിച്ചിട്ടുണ്ടോ? നീ റബ്ബിനെ അനുഭവിച്ചിട്ടുണ്ടോ? അപ്പോൾ അറാബിയായ മനുഷ്യൻ പറഞ്ഞു എന്നാണ്, ഒട്ടകക്കാഷ്ടം മരുഭൂമിയിൽ കിടക്കുമ്പോൾ അതിനെ ഒരു ഒട്ടകം നടന്നുപോയി എന്ന് മനസ്സിലാക്കാൻ വലിയ തലച്ചോറിൻ്റെ ആവശ്യമുണ്ടോ എന്നാണ്. മരുഭൂമിയിൽ ഒരു ഒട്ടകക്കാഷ്ടം കിടക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ഒട്ടകം നടന്നുപോയി എന്നത് സ്വാഭാവിക ബുദ്ധിയല്ലേ? അതുകൊണ്ട് ഈ കാണുന്ന പ്രപഞ്ചം, ആർത്തുലച്ചു വരുന്ന തിരമാലകൾ, ഗോളങ്ങൾ, അതുപോലെ തന്നെ പർവ്വതങ്ങൾ, സസ്യങ്ങൾ, ഈ സൃഷ്ടിചരാചരങ്ങൾ, ജന്തുലോകം, എന്തെല്ലാം പ്രപഞ്ചത്തിലുണ്ട്. ഇതൊക്കെ വൃഥാ ഉണ്ടായി എന്ന് പറയാൻ ഞാൻ അത്ര വിഡ്ഢിയല്ലല്ലോ എന്നാണ് ആ അറാബിയായ മനുഷ്യൻ പറഞ്ഞത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ചിന്തിക്കണം, നമ്മൾ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കണം. നമ്മൾ ഏറ്റവും സീരിയസ് ആയി ചിന്തിക്കേണ്ടത് എന്താ? നമ്മുടെ ജീവിതത്തെക്കുറിച്ചാണ്. കാരണം ബാക്കി എല്ലാത്തിനും അവസരമുണ്ട്, ഒരു ചാൻസ് കിട്ടും. പക്ഷേ ജീവിതത്തിനൊരു രണ്ടാമതൊരു അവസരമില്ല. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ടത് നമ്മളെക്കുറിച്ചും നമ്മുടെ ജീവിതത്തെക്കുറിച്ചുമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നുണ്ട്, ഫൽയൻദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ്, മനുഷ്യ നീ നോക്ക്, നീ എവിടെ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്? ഖുലിഖ മിമ്മാഇൻ ദാഫിഖ്, തെറിച്ചു വീഴുന്നൊരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ് നിന്റെ തുടക്കം. നമ്മൾ എവിടേക്കാ പ്രിയമുള്ളവരെ അഹങ്കരിക്കുന്നത്? നമ്മൾ ആരാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകളിലേക്കൊരിക്കൽ തുപ്പിക്കൊണ്ട് സ്വഹാബത്തിൻ്റെ നേരെ നീട്ടിയിട്ട് പറഞ്ഞു, ഇങ്ങനെയുള്ള ഒരു ദ്രാവകത്തിൽ നിന്നാണ് നമ്മളൊക്കെ പടക്കപ്പെട്ടത്. അതുകൊണ്ട് അഹങ്കരിക്കണ്ട, അഹങ്കരിക്കാൻ മാത്രം നമ്മൾ ആളല്ല എന്നാണ്. അതുകൊണ്ട് സുഹൃത്തേ, നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കണം. ആരാ നമ്മൾ? ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹ്രി ലം യകൂൻ ശൈഅൻ മദ്കൂറാ. ഇന്ന് നമ്മളോട് ചോദിച്ച ഒരു പേരുണ്ട്,
ഒരു വയസ്സുണ്ട്, ഒരു അഡ്രസ്സുണ്ട്, ഒരു നാടുണ്ട്, ഒരു ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, ജ്യേഷ്ഠാനുജന്മാരുണ്ട്, ബന്ധുക്കളുണ്ട്, അയൽപക്കക്കാരുണ്ട്, സുഹൃത്ത് വലയങ്ങളുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാത്തൊരു കാലം മനുഷ്യ നിന്റെ ജീവിതത്തിൽ ഇന്നലകളിൽ കടന്നുപോയിട്ടില്ലയോ? അതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കുന്നതാണ്. അവിടുന്ന് ആരാ എന്നെങ്ങനെ സംവിധാനിച്ചത്? വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. മനുഷ്യ നിന്നെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് കളിമണ്ണാൽ, കൊട്ടിയാൽ ശബ്ദമുണ്ടാകുന്നൊരു കളിമണ്ണിൽ നിന്നാണ്. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നത് കളിമണ്ണിൽ നിന്നാണ്. പിന്നെയോ റഹ്മാനായ റബ്ബ് പറയുന്നു, സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാരിൻ മക്കീൻ. പിന്നീട് നിങ്ങളെ ഒരു ബീജമാക്കിക്കൊണ്ട്, അതേ വളരെയേറെ കോട്ടയുള്ള, വളരെയേറെ സംരക്ഷണമുള്ള, വളരെയേറെ സുരക്ഷിതത്വമുള്ള ഗർഭപാത്രത്തിൻ്റെ 3 ഇരുട്ടറകൾക്കുള്ളിലേക്ക് ആ ബീജത്തെ റഹ്മാനായ റബ്ബ് കൊണ്ടുപോയി വെക്കുകയാണ്. സുമ്മ ഖലഖനൻ നുത്ഫത അലഖ. ആ ബീജത്തെ ഒരു ഭ്രൂണമാക്കി. ഫഖലഖനൽ അലഖത മുദ്ഗ. ആ ഭ്രൂണത്തെ ഒരു മാംസകഷ്ണമാക്കി. ഫഖലഖനൽ മുദ്അത ഇളാമ. ആ മാംസകഷ്ണത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ഥികളാക്കി മാറ്റുകയും സുമ്മ കസൗനൽ ഇളാമ ലഹ്മാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ഥികൾക്ക് മുകളിൽ വീണ്ടും മാംസത്തെ കൊണ്ട് ആവരണം ചെയ്തു. സുമ്മ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, പിന്നീട് നിങ്ങളെ ഒരു പ്രത്യേകമായ സൃഷ്ടിയായി കൊണ്ട്, ഭംഗിയുള്ളവനായി, ചിരിക്കാൻ നല്ല സുന്ദരമായ പല്ലുകളുള്ള, സുന്ദരമായ കണ്ണുകളുള്ള, കൺപിരികനുള്ള, പീലികളുള്ള, നിനക്ക് തലയിൽ നല്ല മുടികളുള്ള, കൈകാലുകളിൽ നഖങ്ങളുള്ള, അതേ ശരീരത്തിൽ ഒട്ടനേകം അവയവങ്ങൾ കൊണ്ട് ഘടിപ്പിച്ചുകൊണ്ട് മനോഹരമായ ഒരു കുട്ടിയെ സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖറ. അല്ലാഹു സൃഷ്ടിച്ചു വിട്ടതാ നമ്മളൊക്കെ. അല്ലാഹു ചോദിക്കുക, നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ? നമ്മൾ തിരക്കില്ല, നമ്മൾ ഓടുക പടച്ചോനെ മറന്നിട്ട്. എടോ, ഇന്നലകളിൽ നിങ്ങൾ ആരായിരുന്നു എന്ന് ചിന്തിച്ച് നോക്ക്. ഇന്നലകളിൽ നിങ്ങളുടെ ജീവിതം എന്തായിരുന്നു എന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിതൂൻ. ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന ദിവസമേതാ? അത് മരണമാണ്. അല്ലാഹുല്ലദീ ഖലഖക്കും മിൻ ളഅഫിൻ സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വ സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ളഅഫൻ വശൈബാ. റഹ്മാനായ റബ്ബ് നിങ്ങളെ സൃഷ്ടിച്ചത് ദുർബലതയിൽ നിന്നാണ്. ബാല്യം എന്നുള്ളത്, ശൈശവം എന്നുള്ളത് ദൗർബല്യത്തിൻ്റെ കാലമാണ്. ആ ദൗർബല്യത്തിൻ്റെ കാലത്തിൽ നിന്ന് നിങ്ങൾക്ക് ശക്തിയുടെ കാലമായ യൗവനത്തെ നിങ്ങൾക്ക് തരികയുണ്ടായി. ആ യൗവനത്തിൻ്റെ കാലത്തിൽ നിന്ന് റഹ്മാനായ റബ്ബ് നിങ്ങൾക്ക് വീണ്ടും ദൗർബല്യത്തിൻ്റെ, വാർദ്ധക്യത്തിൻ്റെ കാലത്തിലേക്ക് നിങ്ങൾ എടുത്തെറിയപ്പെട്ടു. ചില ആളുകൾ അതിനു മുമ്പ് തന്നെ മരിച്ചു പോകും. വാർദ്ധക്യത്തിലേക്ക്, ജരാനിര ബാധിക്കുന്നതിന് മുമ്പ്, അസ്ഥികൾക്ക് ശോഷിക്കുന്നതിന് മുമ്പ്, ശരീരം ചുളിഞ്ഞു പോകുന്നതിന് മുമ്പ്, യുവാവാവി ചോരത്തുടപ്പുള്ള പ്രായത്തിൽ തന്നെ റഹ്മാനായ റബ്ബ് ചിലരെ വിളിച്ചു കൊണ്ടുപോകും. മറ്റു ചിലരോ ഇലാ അർദലിൽ ഉമർ, ഒന്ന് എഴുന്നേൽക്കാൻ പോലും മറ്റുള്ളവരാൽ സഹായിപ്പിക്കപ്പെടേണ്ട അവസ്ഥയിലേക്ക് ദുർബലന്മാരായി അവർ കടന്നു വരുന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു കാലം. എന്നിട്ട് അല്ലാഹ് പറഞ്ഞ എന്താ? സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിതൂൻ. ഇനി കാത്തിരിക്കുന്നത് മരണമാണ്. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് മരണമാണ്. ആരും വരില്ല പ്രിയമുള്ളവരെ, ആരുണ്ടാവില്ല കൂടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ ഒന്നെടുത്ത് വായിച്ചു നോക്കി. ആദ്യം ഇറങ്ങിയ ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. 6200 ചില്ല ആയത്തുകളുടെ സമാപനമായ ആയത്തേതാ? ഒരുപക്ഷെ ആദ്യത്തെ ആയത്ത് നമുക്കൊക്കെ അറിയാം. പക്ഷെ അള്ളാഹു അവസാനം പറഞ്ഞൊരു ആയത്തുണ്ട്. അതെന്താ? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്, അതിനെ നന്നായി പേടിച്ചോളി എന്നുള്ളതാണ്. ഒരാളും കൂടെ ഉണ്ടാവില്ല സുഹൃത്തുക്കളെ. തടഞ്ഞു നിർത്തിയവരാരും വരില്ല, നമ്മളെ വഴിപിഴപ്പിച്ചവരാരും വരില്ല, കൈകളിലേക്ക് MDMA കൈമാറിയവർ വരില്ല, വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് സിനിമയുടെ ഷോർട്സുകൾ അയച്ചു തന്ന് നമ്മെ വഴിപിഴപ്പിച്ചവർ വരില്ല. കുല്ലുക്കും മാതിഹിം യൗമൽ ഖിയാമത്തി ഫർദ. നിങ്ങൾ ഒറ്റക്ക വരിക, ആരും നിങ്ങളെ കൂടെ ഉണ്ടാവില്ല എന്നാണ്. വനുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെട്ടാൽ ഫല അൻസാബ ബൈനഹും, പിന്നെ നിങ്ങൾക്കിടയിൽ ബന്ധങ്ങളുടെ ആ ബന്ധനങ്ങളില്ല, ആരും വരില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സാഹിബതിഹി വ ബനി. അതെ, അന്നവൻ്റെ ഉമ്മയിൽ നിന്ന് അവൻ ഓടിയൊളിക്കും, ബാപ്പയിൽ നിന്ന് ഓടിയൊളിക്കും, അവൻ്റെ ഇണയിൽ നിന്ന്, അവൻ്റെ മക്കളിൽ നിന്നും അവൻ ഓടിയൊളിക്കും. മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഒരു അപകടം നടന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിൽ.
ഒരു ഉപ്പയും മകനും ഒരു പ്രോഗ്രാമിന് ഇങ്ങനെ പോവാൻ റോഡ് മുറിച്ച് കടക്കുമ്പോൾ ശക്തമായ വളരെ വേഗതയിൽ അപ്പുറത്തുനിന്നൊരു ബൈക്ക് വരുന്നുണ്ട്. ആ ഉപ്പ മകനെ തള്ളിയിട്ട് ഉപ്പ ആക്സിഡൻറ്റ് വിധേയനായ അദ്ദേഹം മരണപ്പെട്ടു പോയി. മകനെ അപ്പുറത്തേക്ക് തള്ളിണ്ടിട്ടു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയും അല്ല പറയാണ്, എന്നാൽ നാളെ പരലോകത്ത് ഈ മരണം സ്വന്തമായി ഏറ്റെടുക്കുകയും തൻ്റെ മകനെ രക്ഷപ്പെടുത്തുകയും ചെയ്ത ആ പിതാവ് പോലും കുട്ടിയെ കാണുമ്പോൾ ഓടുന്നുള്ളതാണ്. അത്ര ഭീകരമാണെന്ന് ആ ഒരു മഹ്ശർ. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ഈ യാത്രയെ സംബന്ധിച്ചാണ്, ജീവിതയാത്രയെ സംബന്ധിച്ചാണ്. ഇനി കാത്തിരിക്കുന്നത് നമ്മുടെ മരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തുമായി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ റസൂലൊന്ന് സ്റ്റോപ്പായി മരുഭൂമിയിൽ. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കയ്യിലുള്ള ഒരു വടി കൊണ്ട് ഇങ്ങനെ വരഞ്ഞു, ഒരു വര വരഞ്ഞു. സ്വഹാബത്ത് ഇങ്ങനെ അത്ഭുതത്തോടു കൂടി ആശ്ചര്യത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്, എന്താണ് റസൂൽ ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വരയുടെ ചുറ്റും ഒരു കോളമായി വീണ്ടും ഒരു വര വരഞ്ഞു. ഒരു വര വരഞ്ഞിട്ട് അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഒരു കള്ളിട്ടു. അപ്പോഴും സ്വഹാബത്തിന് മനസ്സിലായില്ലത് എന്താണെന്നുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ വീണ്ടും ആ ബോർഡറിൻ്റെ പുറത്തേക്കൊരു വരട്ടു. എന്നിട്ട് നബി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. സ്വഹാബത്ത് ഇങ്ങനെ നോക്കി, അതെന്താണെന്ന് മനസ്സിലാവണില്ല. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, സ്വഹാബത്തെ, ഞാൻ ഈ ആദ്യം വരഞ്ഞ ഈ ചെറിയ വരണ്ടല്ലോ, അതാണ് നമ്മുടെ ജീവിതം, അതാണ് നമ്മുടെ ജീവിതം. ഞാൻ ഈ ചുറ്റും വരഞ്ഞ ഈ ഒരു കോളുണ്ടല്ലോ, ഈ ഒരു വരണ്ടല്ലോ, അതാണ് മരണം. നമ്മുടെ ജീവിതത്തിന് ചുറ്റും നിൽക്കുന്നൊരു കാര്യമാണ് മരണം. എന്നിട്ട് റസൂൽ ചെറിയ ചെറിയ ചില വരകൾ ഇങ്ങനെ ഇട്ടിട്ട് പറഞ്ഞു, നമ്മളെ ഈ ലോകത്തു നിന്ന് കൊണ്ടുപോകാൻ പല അറാളുകൾ വരും, പല പല കാരണങ്ങൾ വരും. ചിലപ്പോൾ ആക്സിഡൻ്റ് ആവും, രക്ഷപ്പെടും. ചിലപ്പോൾ കൊറോണയാവും, രക്ഷപ്പെടും. ചിലപ്പോൾ വലിയ വലിയ ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ വരും, രക്ഷപ്പെടും. പക്ഷേ ഒന്ന് നമ്മളെ തിരിച്ചു കൊണ്ടുപോകും. അത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇതിലൊരു വരയുണ്ടല്ലോ, അത് നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പുറത്ത് വരഞ്ഞ വരയെക്കുറിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് ഞമ്മക്കുണ്ടാവേണ്ട ബോധ്യം. ആ പുറത്ത് വരഞ്ഞ വരണ്ടല്ലോ, അതാണ് മനുഷ്യൻ്റെ അമലുഹു, അവൻ്റെ ആഗ്രഹങ്ങൾ, അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ അവൻ്റെ ജീവിതത്തിൻ്റെ പുറത്താണ്. ആഗ്രഹങ്ങളൊന്നും നേടാൻ നമുക്ക് കഴിയില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ആഗ്രഹിച്ചതൊന്നും നമുക്ക് നേടാൻ കഴിയില്ല. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഉന്നത പഠനത്തിനു വേണ്ടി പോയ സുഹൃത്ത് 6 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നിന്ന് തിരിച്ചു വന്നത് മരണപ്പെട്ടുകൊണ്ടാണ്. 3 ആംബുലൻസിൽ. അള്ളാഹു അവൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ മകൾ ആക്സിഡൻ്റായി കിടക്കുന്നു. ആ ആക്സിഡൻ്റായി കിടക്കുന്ന മകളെ അവളുടെ കൂടെ, അവളുടെ സഹപാഠിയായി പഠിപ്പിച്ച ഒരു കൂട്ടുകാരെത്തി, പിതാവിനെ വിളിച്ച് എന്നും ആശ്വസിപ്പിച്ചിരുന്ന ഒരു കൂട്ടുകാരെത്തി, നിരന്തരമായി ആ മകളുടെ വിശേഷങ്ങൾ, ആ ആക്സിഡൻ്റായി കിടക്കുന്ന ആ സഹോദരിയുടെ വിശേഷങ്ങൾ വിളിച്ചറിയുന്ന ഒരു കൂട്ടുകാരെത്തി. നമ്മൾ വായിച്ചില്ലേ MGMൻ്റെ നജീബ എന്ന പേരുള്ള ഒരു സഹോദരി മരണപ്പെട്ടത് അല്ലേ? നമ്മൾ വായിച്ചു. നാജിയ എന്ന പേരുള്ളൊരു സഹോദരി നമ്മൾ വായിച്ചില്ലേ? നമ്മൾ അറിഞ്ഞില്ലേ? മരണത്തെക്കുറിച്ച് പ്രസംഗിച്ച് പിറ്റേ ദിവസം മരിക്കുകയാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ ഈ യാഥാർത്ഥ്യത്തെ? കോഴിക്കോട് നിന്ന് കുന്നംകുളത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ ബസ് കയറുന്നു. അദ്ദേഹത്തിൻ്റെ വല്ലിപ്പ മരിച്ചു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ അവൻ്റെ ക്യാമ്പസിൽ നിന്ന് ഉടനെ ലീവെടുത്ത് വളരെ വേഗത്തിൽ കുന്നംകുളത്തേക്ക് അവൻ്റെ നാട്ടിലേക്ക് വരികയാണ്. വന്ന് അവൻ്റെ വീട്ടിലേക്കുള്ള ആ പ്രദേശത്തേക്ക് ഒരു ഓട്ടോ വിളിച്ച്, ഒരു ബസ്സിൽ പോയാൽ ടൈം ലേറ്റാവും എന്നതുകൊണ്ട് ഒരു ഓട്ടോ വിളിച്ച് അവൻ വേഗത്തിൽ പോയി. അങ്ങനെ ഓട്ടോ കാശ് കൊടുത്ത്, അവൻ്റെ വീട് തൊട്ടപ്പുറത്താണ്, ഒരു റോഡ് മുറിച്ച് കിടക്കണം. അപ്പോൾ ഇപ്പുറത്ത് വന്ന് ഓട്ടോയിൽ വന്നിറങ്ങി അവൻ ക്യാഷ് കൊടുത്ത് ഓട്ടോ പോയി. അവന് മുറിച്ച് കിടക്കുമ്പോൾ അവനൊരു ലൈലൻ്റ് വന്നിടിച്ച് അവൻ മരിച്ചുപോയി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കുന്നംകുളത്തേക്ക് തൻ്റെ വല്ലിപ്പയുടെ ജനാസ നിസ്കാരത്തിന് വേണ്ടി വന്ന ആ ചെറുപ്പക്കാരൻ്റെ മരണത്തെക്കുറിച്ച് നമ്മൾ എത്ര ചിന്തിച്ചിട്ടുണ്ട്? അന്ന് അവൻ അള്ളാഹു സുബ്ഹാനഹു വതആല വിധിച്ചിട്ടുണ്ട്, അവിടെ അവൻ്റെ 2 മയ്യത്ത് ആ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നുള്ളത്. അള്ളാഹു തീരുമാനിച്ചതാ. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത്, ഞാൻ മരണം വീതം വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. അള്ളാഹ് പറയാൻ, നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത്, മരണത്തെ ഞാൻ നിങ്ങൾക്ക് വീതം വെച്ച് തന്നിട്ടുണ്ട്. വമാ നഹ്നു ബിമസ്ബൂഖീൻ, ഒരാളെയും നേരത്തെ പിടിച്ചുകൊണ്ടുപോയില്ല, ആരും വേഗത്ത് പോകില്ല. നമ്മുടെ സമയത്തെ നമ്മൾ പോകും അല്ലേ? തൊട്ടടുത്ത് ചിറ്റൂരിൽ നിങ്ങളെ അല്ലേ, ഒരു ഞായറാഴ്ച മകളുടെ കല്യാണം കഴിഞ്ഞ് വന്ന് കുഴഞ്ഞു വീട് മരിച്ചില്ല ഒരു സുഹൃത്ത്. ഫ്ലൈറ്റിൽ ഒരു സുഹൃത്തിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം കാണാൻ കഴിഞ്ഞു. വിൻഡോ സീറ്റിലിരിക്കുന്ന ഒരാൾ വായയും പൊളിച്ച് അങ്ങനെ മരണപ്പെട്ട് കിടക്കുകയാണ്. സൈലൻ്റ് അറ്റാക്ക് വന്നതാ.
നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതിനെക്കുറിച്ച്? കോഴിക്കോട് ഫ്ലൈറ്റ് അപകടം നമ്മളൊരു പക്ഷെ മറന്നിട്ടുണ്ടാവില്ല. അതിലൊരു സഹോദരൻ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി എൻ്റെ ഒരു ബന്ധുവാണ്. വിവാഹ ജീവിതത്തിലേക്ക് ഏറെക്കാലം ആഗ്രഹിച്ച ഒരു ദാമ്പത്യം, 5 വർഷത്തോളം ഉറപ്പിച്ചു വെച്ച ഒരു വിവാഹം, ദമ്പതിക്ക് വേണ്ട തൻ്റെ പ്രിയതമക്ക് വേണ്ട മഹറും വസ്ത്രങ്ങളും എല്ലാം ലഗേജിൽ വാങ്ങിവെച്ച് യാത്ര തുടർന്ന ഒരു സുഹൃത്ത്. ജ്യേഷ്ഠനും അനുജനും ഒരുമിച്ച് യാത്ര വരുന്നു. ജ്യേഷ്ഠനും അനുജനും ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഈ അനുജൻ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് ഏട്ടനോട് ചോദിച്ചു, നമ്മൾ കോഴിക്കോട് എത്തിയില്ലേന്ന്. തൊട്ടടുത്ത നിമിഷമാണ് അപകടം ഉണ്ടായത്. അവൻ മരിച്ചുപോയി, ഏട്ടൻ രക്ഷപ്പെട്ടു. വിവാഹം ഉറപ്പിച്ചു വെച്ച അവൻ മരണപ്പെട്ടുപോയി. പോലീസ് സ്റ്റേഷനിൽ നിന്ന് മഹർ ആ സ്വർണ്ണമൊക്കെ വാങ്ങാൻ പോകുമ്പോൾ ജ്യേഷ്ഠൻ കണ്ണുനീര് കൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എത്ര വർഷത്തെ സ്വപ്നങ്ങളാണ് ഇല്ലാതെയായത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പടച്ചവനെ മറന്നുള്ള സ്വപ്നങ്ങൾ നമുക്ക് വേണ്ട. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് നമ്മൾ ഉണ്ടാകുമെന്നൊരു ഉറപ്പില്ല. പലിശ, അതെ, നമ്മൾ ഹറാമായ സമ്പാദ്യം കൊണ്ട് സമ്പാദിച്ചുണ്ടാക്കിയ വീടിന് ആ കുടിയിരിക്കാൻ നമ്മൾ ഉണ്ടാകുന്ന എന്താ ഉറപ്പ്? അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ഈ ജീവിതത്തെ വളരെ സീരിയസ് ആയി നമ്മൾ കാണാം. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട് കേടുവന്ന്, അതിൻ്റെ ചുമരിൻ്റെ ഒരു ഭാഗം കേടുവന്ന് കിടക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരുഭൂമിയിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു വീട് നന്നാക്കിക്കൊണ്ടിരിക്കാൻ വൈഫുണ്ട് കൂടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അബ്ദുല്ലാ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ രണ്ടാളും? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബ്ദുല്ലാഹി ഇബ്നു അംർ പറഞ്ഞു, റസൂലേ നഹ്നു നുസ്ലിഹു ബുയൂതന, ഞങ്ങളുടെ വീട് നന്നാക്കിക്കൊണ്ടിരിക്കാൻ റസൂലേ, ഈ വീട് കേടുവന്നിട്ടുണ്ട്. അപ്പോൾ അല്ലാഹു റസൂൽ പറയുന്നു, യാ അബ്ദുല്ലാഹ് മാ അറൽ അംറ ഇല്ലാ അജല മിൻ ദാലിക്, അബ്ദുല്ലാ ഇതിനേക്കാൾ വേഗത്തിൽ പിടികൂടുന്ന ഒന്നുണ്ട്, അത് മരണമാണ്. അതിനുവേണ്ടി ഒരുങ്ങിക്കൊന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ജീവിതത്തെ വളരെ ഗൗരവത്തിൽ ചിന്തിക്കുക. തിരുത്താൻ കഴിയില്ല. മരണമാവരുത് ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള കാരണം. അങ്ങനെ ചിന്തിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. മരിക്കുന്ന സമയത്ത് ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് എന്ത് കാര്യം? മരണത്തിനപ്പുറത്ത് മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ 15ഓളം ആഗ്രഹങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. മരണത്തിനപ്പുറത്തുള്ള ആഗ്രഹങ്ങൾ, ആ ആഗ്രഹങ്ങളൊന്നും നടക്കാത്ത ആഗ്രഹങ്ങളാണ്. അതുകൊണ്ട് ആ ആഗ്രഹങ്ങൾ ഇന്ന് നമ്മൾ ആഗ്രഹിക്കണം. ജീവനുള്ള ശ്വസനവായു ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന, ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കുന്ന, ശരീരത്തിൻ്റെ ഈ ചൂട് നിലനിൽക്കുന്ന കാലത്ത് അത്തരം ആഗ്രഹങ്ങൾ നമുക്കുണ്ടാവണം. എന്താണ് അതിലേറ്റവും വലിയ ആഗ്രഹം? പടച്ചോനെ, ഈ ജീവിതത്തെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ ഒരവസരം തരണം എന്നുള്ളതാണ്. ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗതു ഖാല റബ്ബി ഇർജിഊൻ ലഅല്ലി അഅമലു സ്വാലിഹൻ. അല്ലാഹുവേ, ഇതാ എൻ്റെ അടുക്കലേക്ക് മരണം വന്നിരിക്കുകയാണ്, എൻ്റെ അടുക്കലേക്ക് മരണം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് റബ്ബി ഇർജിഊനി, എന്നെ ഒന്ന് മടക്കി തരുമോ? ലഅല്ലി അഅമലു സ്വാലിഹാ, ഞാൻ ഒഴിവാക്കി കളഞ്ഞിട്ടുള്ള ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട്, അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരവസരം കൂടി തരുമെന്നുള്ളതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അള്ളാഹ് പറയുന്ന വാക്കെന്താണെന്നറിയോ? കല്ല ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അതങ്ങനെ പറയും, അതൊന്നും പരിഗണിക്കേണ്ട മലക്കെ പിടിച്ചുകൊണ്ട് കൊടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ജീവിതത്തെ സീരിയസ് ആയി ആലോചിക്കണം. ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ജീവിതത്തിൽ ഇത്ര കാലമായിട്ട് ഒഴിഞ്ഞിരുന്നിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ വിലയിരുത്തിയിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തെ എല്ലാ തിരക്കുകളും മാറ്റി വെച്ചിട്ട് നമ്മൾ ഒഴിഞ്ഞിരുന്നിട്ട്, റബ്ബേ ഞാൻ ആരാ, ഞാൻ എങ്ങോട്ടാ, എൻ്റെ അവസ്ഥ എന്താ, ഇന്ന് മരിച്ചു പോയാൽ സ്വർഗമാണോ നരകമാണോ, ഇങ്ങനെ വളരെ സീരിയസ് ആയി ചിന്തിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? ഇബ്രാഹിം തൈമി റഹിമഹുള്ളയെ കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹം എന്നും ദിവസത്തിലൊരു സമയം മാറ്റി വെച്ചിക്കാണെന്നുള്ളതാണ്. ഇങ്ങനെ ചിന്തിക്കാൻ ഒരു സമയം അങ്ങനെ മാറ്റി വെച്ചിക്കാണ്, ഒഴിഞ്ഞിരുന്ന് ആലോചിക്കാൻ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് ചരിത്രം പറയുന്നത്, രാത്രികാലങ്ങളിൽ മണലാരണത്തിൽ മുട്ടുകുത്തിയിട്ട് 2 കൈ ഇങ്ങനെ നീട്ടിയിട്ട് പറയുന്നതാണ്, യാ നഫ്സ് മാദാ അമിൽതൽ യൗം, ഓ നഫ്സേ, നീ എന്താണ് ഇന്ന് ചെയ്തിട്ടുള്ളത്? നിനക്ക് വേണ്ടി എന്ത് ചെയ്തു നീ ഇന്ന്? യാ നഫ്സ് മാദാ അഅദത്ത ലിഗദ്, ഓ ആത്മാവേ, നാളേക്ക് വേണ്ടി നീ എന്ത് നിൻ്റെ കയ്യിൽ കരുതിയിട്ടുണ്ട്? ഇതാരാ ചിന്തിക്കുന്നത്? ഒരു രാഷ്ട്രത്തിൻ്റെ വലിയ വലിയ ഉത്തരവാദിത്തങ്ങളുള്ള ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ സമയങ്ങളിൽ നിന്ന് ഏറ്റവും വലിയൊരു സമയത്തെ ഹിസാബിന്, തൻ്റെ മുഹാസബത്തുൻ നഫ്സിന്, ആത്മവിചാരണയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടെന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് പോയാൽ നമ്മുടെ ജീവിതം തുടങ്ങുന്നത് ഖബറിൽ നിന്നാണ്. മഹാനായ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുന്നൊരു സംഭവമുണ്ട്. അൻസ്വാരിയായ ഒരു സ്വഹാബിയുടെ മയ്യത്ത് മറമാടാൻ വേണ്ടി ബഖീഉൽ അർഖദിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകണം അവർ.
അപ്പോൾ ബഖീൽ അർക്കദിലെത്തി. പക്ഷേ ഖബറിൻ്റെ പണി പൂർത്തിയായിട്ടില്ല. അപ്പോൾ മയ്യത്തപ്പുറത്ത് വെച്ചു. എന്നിട്ട് ഇവർ ചുറ്റുമിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തൊക്കെ ഇങ്ങനെ ചുറ്റുമിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലൊരു വടിയുണ്ട്. ആ വടി കൊണ്ട് കാന യൻ കുത്തുബിഹി, റസൂലെ മണ്ണിൽ ഇങ്ങനെ കുത്തി കുത്തി ഇരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ഇടക്ക് ഖബറിലേക്കും നോക്കും, ഇടക്ക് മുകളിലേക്കും നോക്കും, ആകാശത്തിലേക്കും നോക്കും. ഈ സ്വഹാബത്ത് ഇത് ശ്രദ്ധിച്ച് നോക്കുകയാണ്, എന്തോ റസൂലിന് പറയാനുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹാബത്തെ ഇസ്തഇദ്ദൂ ലിഹാദിഹി, ഇങ്ങനെ ഒരു ദിവസം വരാനുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മെ 3 കണ്ടം തുണിയിൽ പൊതിഞ്ഞ് ആ കർപ്പൂരത്തിൻ്റെ വെള്ളത്താൽ കുളിപ്പിക്കപ്പെട്ട് പനിനീർത്തുള്ളികൾ നമ്മുടെ കഫംപുടവയിൽ തെളിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവർ ഷോൾഡറിലേക്ക് എടുത്തു വെച്ച് കണ്ണുനീരിനാൽ ചാലിച്ച ഒരു യാത്ര നമുക്ക് വേണ്ടി എല്ലാവരും തരും. പ്രിയപ്പെട്ട പ്രിയതമ പൊട്ടിക്കരയും. മക്കൾ അന്ന് യതീമുകളായി മാറും. വീട്ടിൻ്റെ ഉള്ളിലെ ശബ്ദ കോലാഹലങ്ങൾ അവസാനിക്കും. നിശബ്ദരായി നമ്മളെ കൊണ്ടുപോയി ആ മണ്ണറക്കുള്ളിൽ ഇറക്കി വെക്കും. അതുകൊണ്ട് റസൂല് പറഞ്ഞു, ഇസ്തഇദ്ദൂ ലിഹാദി, ഇങ്ങനെ ഒരു യാത്രക്ക് വേണ്ടി നിങ്ങൾ തയ്യാറായിക്കോ, ഇങ്ങനെ ഒരു യാത്രക്ക് വേണ്ടി തയ്യാറായിക്കോ. അതാ അള്ളാഹ് അവസാനം പറഞ്ഞത്, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, നിങ്ങൾ ശ്രദ്ധിച്ചോ, അള്ളാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നൊരു ദിവസമുണ്ട് കേട്ടോ. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. നിങ്ങൾ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതേത് കാര്യങ്ങളുണ്ടോ അതെല്ലാം വളരെ കൃത്യമായി പരിശോധിക്കുന്ന ദിവസമാണ്. എല്ലാം പൂർത്തീകരിച്ച് തരുന്ന ദിവസമാണ്. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് സീരിയസ് ആയി ആലോചിക്കുക. അവിടുന്ന് ബറാഅ് ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂൽ അങ്ങനെ പറഞ്ഞു തുടങ്ങി മരണത്തെ, ആ യാത്രയെ, അത് വിശദീകരിക്കുന്നില്ല. അങ്ങനെ ബർസഖിലെത്തി. അവിടുന്ന് മുൻകറും നക്കീറും വന്ന് മുൻകറും നക്കീറും ചോദ്യങ്ങൾ ആരംഭിച്ചു. ആദ്യത്തെ ചോദ്യം നമുക്ക് മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മൻ റബ്ബുക്ക്, ആരാണ് നിൻ്റെ റബ്ബ്? പ്രിയമുള്ളവരെ, ഞാൻ ആത്മാർത്ഥമായി ചോദിക്കാൻ, നമുക്ക് റബ്ബി അല്ലാഹ് എന്ന് പറയാൻ നമുക്ക് പറ്റുമോ? അത് പറയാൻ പറ്റണമെങ്കിൽ ആ റബ്ബിനെ റബ്ബായി കണ്ട് ജീവിച്ചവർക്കേ പറ്റുള്ളൂ. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ, നിസ്കാരത്തിൽ ഒരു സൂറത്ത് ഒഴിവായാൽ ആ നിസ്കാരം ബാത്തിലാണ്. സൂറത്തുൽ ഫാത്തിഹ നിസ്കാരത്തിൻ്റെ ഒരു റുക്കനാണ് അല്ലേ? ബാക്കി സൂറത്തുകൾ നമ്മൾ ഓതിയിട്ടില്ലെങ്കിലും നിസ്കാരം കബൂലാണ്, അതിൻ്റെ പ്രതിഫലത്തിൽ ഏറ്റവും വ്യത്യാസം വരുന്നുള്ളൂ. പക്ഷെ സൂറത്തുൽ ഫാത്തിഹ ഓതിയില്ലെങ്കിൽ അവൻ്റെ നിസ്കാരം റബ്ബിന് വേണ്ട. ലാ സ്വലാത്ത ലിമൻ ലം യഖ്റഅ ബി ഫാത്തിഹത്തിൽ കിതാബ്. എന്താണതിൽ പറയുന്നത്? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? 17 തവണ നിർബന്ധമായും അതിനപ്പുറത്ത് ധാരാളം തവണ ഐച്ഛികമായും ഒരു മുസ്ലിം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന എന്താ? അല്ലാഹുവേ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, എന്നെ നേരായ വഴിയിൽ നടത്തണേ എന്നുള്ളതാണ്. എന്താണ് ആ വാചകം അത്രമേൽ അത്ഭുതമാവുന്നത്? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? താബിഈയായ 30 സ്വഹാബികളെ കണ്ട മഹാനായൊരു പണ്ഡിതനുണ്ട്, ഹസനുൽ ബസറി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? ലോകത്ത് അള്ളാഹു ഒട്ടനേകം വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ വേദഗ്രന്ഥങ്ങളുടെയൊക്കെ ചുരുക്കം 3 വേദങ്ങളിലാണെന്നാണ്, സബൂറിലും തൗറാത്തിലും ഇഞ്ചീലിലും. ഈ വേദങ്ങളുടെ ആകാശത്തിൽ നിന്ന് ഇറക്കപ്പെട്ട മുഴുവൻ വേദങ്ങളുടെയും സന്ദേശങ്ങളെ റഹ്മാനായ റബ്ബ് സംഗ്രഹിപ്പിച്ചിട്ടുള്ളത് ഈ 3 വേദങ്ങളിലേക്കാണ്. ഈ 3 വേദങ്ങളുടെയും മുഴുവൻ ആശയത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്തി വെച്ചത് വിശുദ്ധ ഖുർആനിലാണെന്നാണ്. ആ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 114 അധ്യായത്തിൽ 6200 ചില്ല ആയത്തുകളിൽ ഈ മുഴുവൻ ആയത്തുകളുടെയും മുഴുവൻ സൂറത്തുകളുടെയും ആശയത്തെ റഹ്മാനായ റബ്ബ് ഒരു സൂറത്തിലേക്ക് ചുരുക്കി എന്നുള്ളതാണ്. അതാണ് സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹയുടെ മുഴുവൻ ആശയത്തെയും ഒരൊറ്റ ആയത്തിൽ അല്ലാഹു ഒരുക്കി. ഏതാണ് ആയത്ത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് വെച്ചാൽ ആകാശത്തിൽ നിന്ന് ചരിത്രത്തിൽ ഇന്ന് വരെ ഇറങ്ങിയ മുഴുവൻ വേദങ്ങളും പഠിപ്പിച്ച സന്ദേശം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞാൻ സഹായം തേടുകയുള്ളൂ. ഇതാണ് ലോകത്ത് എല്ലാ അമ്പിയാക്കളും പറഞ്ഞത്. വഇലാ സമൂദ് അഖാഹും സ്വാലിഹ, സമൂദ് ഗോത്രത്തിലേക്ക് സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, യാ ഖൗമി അബ്ദുല്ലാഹ്, എൻ്റെ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കണേ, അള്ളാഹുവിനെ ആരാധിക്കണേ. വഇലാ ആദിൻ അഖാഹും ഹൂദ,
ആദ് സമൂഹത്തിലേക്ക് ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, യാ ഖൗമി, എൻ്റെ സമൂഹമേ, ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുകയുള്ളൂ. വഇലാ മദിയന അഖാഹും ശുഐബ, മദിയനിലേക്ക് ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമും കടന്നു വരുന്നു. ആ ശുഐബ് നബിയുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന തിന്മകൾ ധാരാളമാണ്, ധാർമ്മികമായ കുറ്റകൃത്യങ്ങൾ ധാരാളമാണ്, അരാജകത്വങ്ങൾ ധാരാളമാണ്, അനീതികൾ ധാരാളമാണ്, സമൂഹത്തോടുള്ള അക്രമങ്ങൾ ധാരാളമാണ്. പക്ഷേ അതൊന്നുമല്ല ആദ്യം പറഞ്ഞ പ്രഖ്യാപനം. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കല്ല എന്ന ആദർശമല്ല ആദ്യത്തെ പ്രഖ്യാപനം. ശുഐബ് നബിയുടെ ആദ്യത്തെ പ്രഖ്യാപനം, യാ ഖൗമി ഉഅ്ബുദുല്ലാഹ്, എൻ്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുകയുള്ളൂ. ലോകത്തെ എല്ലാ നബിമാരും പറഞ്ഞത്. ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്ക്, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, അവനിൽ ഞാൻ ഒന്നിനെയും പങ്കുചേർക്കുന്നതല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമേ, ഞാൻ വിശുദ്ധ ഖുർആൻ്റെ ആയത്ത് വെച്ചാണ് പറയുന്നത്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി. നമ്മളെല്ലാ വഖത്തിലും അല്ലേ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ കഴിഞ്ഞിട്ട് പറഞ്ഞ എന്താ? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. പടച്ചോനെ, എൻ്റെ സംസാരത്തിലെ ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഇതൊരു ഉപകാരപ്പെടും. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, അല്ലാഹുവേ എന്നെ നേരായ വഴിയിൽ നടത്തണേ. ഏതാണ് ആ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം? ആ സിറാത്തുൽ മുസ്തഖീം ഏതാണ്? അത് നമ്മളല്ല പറയേണ്ടത്. അത് ഏതെങ്കിലും മൗലവിയോ ഏതെങ്കിലും ഉസ്താദോ ഏതെങ്കിലും പണ്ഡിതനോ ആരുമല്ല പറയേണ്ടത്. അത് പറയേണ്ടത് ആ അള്ള തന്നെയാണ്. അള്ള തന്നെയാണ്. സിറാത്തുൽ മുസ്തഖീം എന്താണ് എന്ന് പറഞ്ഞു തരേണ്ടത് അള്ളയാണ്. അള്ള പറഞ്ഞിട്ടുണ്ട്, വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅ്ബുദൂഹു ഹാദാ സിറാത്തു മുസ്തഖീം. മദ്രസയിലെ കുട്ടികൾക്ക് ഹാദാ ഹാദിഹി ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ അള്ള പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്നല്ലാഹ റബ്ബി, തീർച്ചയായും എൻ്റെ റബ്ബ് അള്ളയാണ്. വറബ്ബുക്കും, നിങ്ങളുടെ റബ്ബും അള്ളയാണ്. ഫഅ്ബുദൂഹു, ആ റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. ഹാദാ സിറാത്തും മുസ്തഖീം, അതാണ് സിറാത്തുൽ മുസ്തഖീം. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാ സിറാത്തുൽ മുസ്തഖീം. ഇനി അള്ള പറഞ്ഞു, ആ സിറാത്തിൽ നിലകൊണ്ടവരാരാണ്? നിങ്ങൾ ശ്രദ്ധിക്കണേ. ആ സിറാത്തിൽ ജീവിച്ചവരാരാണ്? ആ പാതയിൽ ജീവിച്ചവരാരാണ്? നമ്മൾ തന്നെ ചോദിക്കുകയാണ്. പടച്ചോനെ, ആ പാത ഏതു പാതയാണ്? സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അല്ലാഹുവേ, ഏതാണ് ആ പാത? നീ അനുഗ്രഹിച്ചവരുടെ പാതയാണ്. അല്ലാഹു അനുഗ്രഹിച്ചവരാരാ? അത് പറയേണ്ടത് നമ്മളല്ല. അല്ലാഹ് അനുഗ്രഹിച്ചവരാരാ? അത് പറയേണ്ടത് നമ്മളല്ല, പരിശുദ്ധ ഖുർആന. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറയുന്നു, വമൻ യുതിഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. ആരാടോ അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തിന്, അതേ അനുഗ്രഹം ലഭിച്ചിട്ടുള്ളവർ, മിനൻ നബിയ്യീന, നബിമാരാണ്, വസ്സിദ്ദീഖീന, സിദ്ദീഖീങ്ങളാണ്, വശുഹദാ, ശുഹദാക്കളാണ്, വസ്സാലിഹീൻ, സ്വാലിഹീങ്ങളാണ്, വഹസുന ഉലൈക റഫീഖാ, ഇവരാണ് ഏറ്റവും നല്ല സമൂഹം, ഇവരാണ് ഏറ്റവും നല്ല കൂട്ടുകെട്ട്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനേ, അമ്പിയാക്കളുടെ മാർഗത്തെ നിങ്ങൾ സ്വീകരിച്ചോ? സിദ്ദീഖീങ്ങളുടെ മാർഗത്തെ നിങ്ങൾ സ്വീകരിച്ചോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പാത ഏതാ? സിദ്ദീഖീങ്ങളുടെ നേതാവല്ലേ അബൂബക്കർ സിദ്ദീഖ്? ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ച ആദർശം എന്താ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ച ആശയം എന്താ? അദ്ദേഹത്തിൻ്റെ ആചാരം എന്താ? അദ്ദേഹത്തിൻ്റെ വിശ്വാസം എന്താ? അദ്ദേഹത്തിൻ്റെ നിലപാടെന്താ? ആ നിലപാടും വിശ്വാസവും ആദർശവും ആചാരവും ആരാണോ സ്വീകരിക്കുന്നത് അവരാണ് വിജയിച്ചിട്ടുള്ളവർ. വസ്സുദ്ദീഖീന വശുഹദാ, ശുഹദാക്കളായ ധാരാളക്കണക്കിന് ആളുകളുണ്ട്. ബദറിൻ്റെ രണഭൂമിയിൽ പിടഞ്ഞു വീണ സ്വഹാബത്ത്, ഉഹദിൻ്റെ രണഭൂമിയിൽ ശരീരത്തെ മുഴുവൻ അതേ ചിത്രവധം നടത്തിക്കൊണ്ട് ശരീരത്തിൻ്റെ കരളുകൾ അത് കടിച്ചു തുപ്പിക്കളഞ്ഞിട്ടുള്ള മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബത്ത്, ഖന്തക്ക് യുദ്ധത്തിൽ, അതേപോലെ തന്നെ പ്രിയമുള്ളവരെ, ഈ യുദ്ധത്തിൻ്റെ ചരിത്രങ്ങൾ എടുത്താൽ രണഭൂമിയിൽ അതേ അടരാടി പോരാടി വീണിട്ടുള്ള ആ സ്വഹാബാക്കളൊക്കെ എന്തിൻ്റെ പേരിലാണ് മരണപ്പെട്ടിട്ടുള്ളത്? തൗഹീദിൻ്റെ പേരിലാണ്. അതുകൊണ്ട് ആ തൗഹീദിൻ്റെ മാർഗത്തിൽ ജീവിച്ചോന്ന് അള്ളാഹ് പറയുന്നത്. ഇനി നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഒരായത്തുണ്ട്,
ഉഹദ് യുദ്ധം കഴിഞ്ഞിട്ട് ഒരു സംഭവം നടക്കുന്നുണ്ട്. ഉഹദിൽ നമുക്കറിയാം ചെറിയ പരിപൂർണമായ പരാജയമല്ല, പക്ഷേ ഒരു പരീക്ഷണം. അത് കഴിഞ്ഞ് അബൂ സുഫിയാനും ടീമും മടങ്ങാണ്. ഉഹദ് യുദ്ധം കഴിഞ്ഞ് നബിയും സ്വഹാബത്തും ഇങ്ങോട്ടും പോവാണ്. സ്വഹാബാക്കളിൽ പലരുടെയും കാലും കൈയുമൊക്കെ വലിയ മുറിവേറ്റ് രക്തം ഇങ്ങനെ ഒലിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അബൂ സുഫിയാനും ടീമും ഇങ്ങനെ പോകുമ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു, നമ്മൾ എവിടേക്കാണ് പോണത്? നമ്മൾ ജയിച്ചിട്ടില്ലടോ. ഉഹദ് നമുക്ക് ജയം തന്നിട്ടില്ല, കാരണം മുഹമ്മദ് കൊല്ലപ്പെട്ടിട്ടില്ല. മുസ്ലിം സ്ത്രീകളിൽ ഒന്നിനെപ്പോലും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. എവിടേക്കാണ് നമ്മൾ പോകുന്നത്? തിരിച്ചു പോ. ഇപ്പം മുസ്ലിമീങ്ങൾ ദുർബലരാണ്, അവർ വെട്ടേറ്റ് കിടക്കാൻ, അവരുടെ ശരീരത്തിൽ മുറിവേറ്റ് ക്ഷീണിതരാണ്, അവർ അവശരാണ്. അതുകൊണ്ട് പോരാടാൻ വളരെ സിമ്പിളാണ്. ഈ വിവരം അബൂ സുഫിയാൻ ഉഹുദിലേക്ക് വന്നതിനേക്കാൾ വലിയ ഒരു സൈന്യവുമായിട്ട് പുറപ്പെടുന്നു എന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തും സ്വഹാബത്തിൻ്റെ അടുത്തും എത്തി. അപ്പോൾ നബിയും സ്വഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ട്, ഉഹുദിലേക്ക് ഇറങ്ങിയവരല്ലാത്ത ഒരാളും വരണ്ടെന്ന് പറഞ്ഞു. ഉഹുദ് യുദ്ധത്തിൽ സാധാരണഗതിയിൽ നമ്മളെന്താ പറയുക അല്ലേ, സാധാരണ നമ്മൾ ഈ കളിക്കൊക്കെ ഇറങ്ങുമ്പോൾ സബ്ബിനെ ഇറക്കുമല്ലോ പരിക്കേറ്റാൽ. റസൂൽ എന്താ പറഞ്ഞതെന്നറിയോ? ഉഹുദിൽ ആരൊക്കെ ഉണ്ടായിരുന്നു അവർ മതി. അതൊരു ഉറപ്പാണ്, ദീനിൻ്റെ ഉറപ്പാണ്. മുറിവേറ്റ് കിടക്കുന്ന സ്വഹാബത്തൊക്കെ എഴുന്നേറ്റ് പറഞ്ഞു, റസൂലേ പോവുക, നമ്മൾ ധൈര്യത്തിലാണ്. ഒരാൾ വന്ന് പറയാണ്, ഇന്നന്നാസ ഖദ് ജമഊ ലക്കും, ഇതാ അബൂ സുഫിയാനും സൈന്യവും വലിയൊരു സംഘമായി കൊണ്ട് കടന്നു വരുന്നുണ്ട്. അവരുടെ കൈകളിൽ ആയുധങ്ങളുണ്ട്, അവരുടെ കൈകളിൽ വലിയ വലിയ മൂർച്ചയുള്ള ആയുധങ്ങളും ആയുധ സജ്ജരായി വലിയൊരു ജനാവലി തന്നെ കടന്നു വരുന്നു. അപ്പോൾ മുഹമ്മദ് നബിയും സ്വഹാബത്തും പറഞ്ഞ എന്താണെന്നറിയോ? ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അല്ല മതി, ഞങ്ങൾക്ക് അല്ലണ്ടോ. ഉഹദിൻ്റെ രണഭൂമി കഴിഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ അബൂ സുഫിയാൻ ഇങ്ങനെ ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ കയറിയിട്ട്, ഒരു കുന്നിൻ്റെ മുകളിൽ കയറിയിട്ട് പറയാണ്, ഇതാ മുസ്ലിമീങ്ങൾ പരാജയപ്പെട്ടിരുന്നു, ബദറിൽ ഞങ്ങൾ കാത്തുവെച്ചതാണ്, ബദറിൽ ഞങ്ങൾ കരുതി വെച്ചതാണ്. ഉഅ്ലു ഹുബൽ ഉഅ്ലു ഹുബൽ ഉഅ്ലു ലാത്ത ഉഅ്ലു മന്ന, അല്ലേ, ലാത്തയും ഉസ്സയും മനാത്തയും ഒക്കെ അവർ ഉയരട്ടെ ഉയരട്ടെ എന്ന് അബൂ സുഫിയാൻ ഷിർക്കിൻ്റെ വാക്കുകൾ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖും യാ ഉമർ, ഉമറെ എഴുന്നേൽക്ക്, അജീബുഹു, അവന് മറുപടി പറ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ അള്ളാഹിനോട് പറഞ്ഞു, ഉമറെ എഴുന്നേൽക്ക്, മറുപടി കൊടുക്ക്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റുന്ന റസൂലിനോട് പറയാണ്, മാദാനു ജീബു യാ റസൂലല്ലാഹ്, റസൂലെ എന്താണ് മറുപടി കൊടുക്കേണ്ടത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അഅ്ലാ വ അജൽ, അല്ലാഹയാണ് വലിയവൻ. ലാ മൗല ലക്കും, നിങ്ങൾക്ക് സംരക്ഷകനില്ല. നഹ്നു ലനാ മൗല, ഞങ്ങൾക്കൊരു മൗലയുണ്ട്, അത് ഞങ്ങളുടെ റബ്ബാണ്. അല്ലാഹു അഅ്ലാ വ അജൽ, അല്ലാഹയാണ് വലിയവൻ. അത് പ്രഖ്യാപിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എവിടെയും നമുക്ക് പ്രഖ്യാപിക്കാനുള്ളത് ഈ ആദർശമാണ്. ഈ ആദർശമാണ്. എന്തിനാ പോത്തിനെ സൃഷ്ടിച്ച്, എന്തിനാണ് മരത്തെ സൃഷ്ടിച്ചത്, എന്തിനാണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ലോകം മൊത്തം സൃഷ്ടിച്ചപ്പെട്ടത് എന്തിനാ? ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിന് ഈ ഭൂമിയിലുള്ളതൊക്കെ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. ഖലഖലക്കും മാ ഫിൽ അർളി ജമിഅ. പക്ഷെ മനുഷ്യനെ സൃഷ്ടിച്ചതോ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ഇബാദത്തിന് വേണ്ടി, അള്ളാഹിനെ ആരാധിക്കാൻ വേണ്ടി, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ലോകത്തേക്ക് മനുഷ്യന്മാരെ സൃഷ്ടിച്ചിട്ടുള്ളൂ. ഇനി ഞാൻ ഈ ഒരു ഭാഗം അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ ഒരു പോയിൻ്റ് ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഇപ്പം നമ്മൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ ആളുകൾ ജാറത്തിലേക്കും ഔലിയാക്കളുടെ അടുത്തിലേക്കൊക്കെ പോകുന്നത് എപ്പോഴാണ്? രോഗം വരുമ്പോൾ, കുട്ടിയില്ലാണ്ടാകുമ്പോൾ, അല്ലേ, സാമ്പത്തിക പ്രശ്നങ്ങൾ വരുമ്പോൾ, അതേപോലെ തന്നെ കുട്ടി ജനിക്കാതെ ഒരവസ്ഥ വരുമ്പോൾ, ഈ അവസ്ഥയിലൊക്കെയാണ് പോകുന്നത്. ഇനി നമ്മൾ വിശുദ്ധ ഖുർആൻ എടുത്ത് ആലോചിച്ച് നോക്കി. 18 കൊല്ലം രോഗിയായ ഒരു പ്രവാചകനെ ഖുർആൻ പറഞ്ഞു, അയ്യൂബ് നബി അലൈഹിസ്സലാം. 2 റിവായത്താണ്, 16 എന്നും 18 എന്നും അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും 10-16ഓളം വർഷം രോഗിയായ ഒരു പ്രവാചകൻ. ആ പ്രവാചകൻ ഇന്നുവരെ ഏതെങ്കിലും ഒരു നബിനെ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ സുഹൃത്തെ നമ്മളും ചോദിക്കും. അങ്ങനെയില്ല. എന്തിനാ നമുക്ക് വാശി? നമുക്കെന്താ വാശി? അങ്ങനെ ഒന്ന് കാണുന്നില്ല. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ-ളുർ വഅൻത അർഹമുർ റാഹിമീൻ. അയ്യൂബ് നബി പ്രാർത്ഥിക്കുക, റബ്ബേ കുറച്ച് പ്രശ്നമുണ്ട്, ചെറിയ പ്രശ്നമേ ഉള്ളൂ, നീ കാരുണ്യവാന്മാരിൽ അങ്ങേയറ്റം കരുണ ചൊരിയണ, അതുകൊണ്ട് എൻ്റെ പ്രശ്നം തീർക്കാൻ എന്നെ കൊണ്ട് കഴിയാത്തൊരു പ്രശ്നമില്ല. അള്ളാഹു മാറ്റിക്കൊടുത്തു. അള്ളാഹ് പറഞ്ഞു, ഉറുക്കുദിൽ ബിരിജിലേക്ക്. അയ്യൂബ് നബി എന്നോട് പറയാണ്, കാലുകൊണ്ടൊന്നിങ്ങനെ ചവിട്ടാനേ പറഞ്ഞുള്ളൂ. ചവിട്ടി, നിലത്തൊന്ന് ചവിട്ടിയപ്പോൾ തന്നെ ആ രോഗം മാറിക്കൊടുത്തു. ഇത്രേ ഉള്ളൂ.
നമ്മൾ മുസ്ലിമീങ്ങളെ പ്രിയമുള്ളവരെ നമ്മൾ പറയരുത് നമ്മൾ ലോക്കായിന്ന്. നമ്മൾ ലോക്കാവൂല. നമ്മൾ ചില ആളുകളുണ്ട് അവിടെ നോക്കി ഇവിടെ നോക്കി ഇതൊന്നും നടക്കും തോന്നുന്നില്ല എന്നാണ്. അങ്ങനെ പറയരുത്. നടക്കാത്തതായി ഒന്നുമില്ല. നിങ്ങൾ വിശുദ്ധ ഖുർആൻ എടുത്ത് പഠിക്കും. പലപ്പോഴും ആ പഠനം നടക്കാത്തതാണ് പ്രശ്നം. ഇവിടെ വിശുദ്ധ ഖുർആൻ ക്ലാസ് ഉണ്ട് അല്ലേ? വെള്ളിയാഴ്ച ഇശാ നമസ്കാര ശേഷം ഈ പരിസരത്ത് ഖുർആൻ പഠന ക്ലാസ് ഉണ്ട്. നിങ്ങൾ ചെല്ലിയും എന്നിട്ട് പഠിക്കും. ഇത് പഠിച്ചാണ്ടല്ലോ ഉറപ്പാണ് നിങ്ങൾക്ക് അള്ളാഹിനെയും റസൂലിനെയും എന്താണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് മനസ്സിലാവും. അലവി മൗലവിയുടെ ക്ലാസ്സിൽ, ഒരു ഖുർആൻ ക്ലാസ്സിൽ ഒരു സുഹൃത്ത് പോയി ഇങ്ങനെ ഇരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അലവി മൗലവി അന്ന് പറയുന്നത് അലൈസല്ലാഹു ബി കാഫിൻ അബ്ദ എന്നുള്ള ആയത്താണ് വിശദീകരിക്കുന്നത്. അള്ളാഹിൻ്റെ അടിമക്ക് അല്ല പോലെ. അപ്പോൾ ഈ ആയത്തിൻ്റെ അർത്ഥം ഇങ്ങനെ കേട്ടപ്പോൾ ഒരു സുഹൃത്ത് നേരെ പള്ളിയിൽ ചെന്ന് ഉസ്താദിനോട് ചോദിച്ചു എന്നാണ്, അല്ല ഖുർആനിൽ ഇങ്ങനൊരു ആയത്തുണ്ടോ, അലൈസല്ലാഹു ബി കാഫിൻ അബ്ദ? അപ്പോൾ ഉസ്താദ് പറഞ്ഞുണ്ട്. അതിൻ്റെ അർത്ഥം അലവി പറഞ്ഞ പോലെ തന്നെയാണോ? ആണ്. എന്നെ പേര് ആ മൗലിൽ നിന്ന് നേർച്ചയൊന്നും എല്ലാത്തിനും വെട്ടിക്കോളി, ഞാൻ പോവാണ് പറഞ്ഞു തന്നെ. ഈ പേടിയുണ്ട്. എൻ്റെ നാട്ടിൽ ഞാൻ ഖുർആൻ ക്ലാസ് എടുക്കുന്നിടത്തേക്ക് 2 കുട്ടികൾ, 2 പെൺകുട്ടികൾ, ആലോചിക്കണേ ഇന്നത്തെ പെൺകുട്ടികളുടെ അവസ്ഥ എന്താ. 2 പെൺകുട്ടികൾ ഖുർആൻ ക്ലാസ്സിലേക്ക് ഖുർആൻ പഠിക്കാൻ വരുമ്പോൾ അവരെ സെൻറ്റർ വെച്ച് തടഞ്ഞ് അത് കേൾക്കാൻ പോണ്ട, അത് പുത്തൻ ആളുകളാണ്, അങ്ങോട്ട് പോയിക്കോളിന്നാണ്. അവർ സിനിമക്ക് പോകുമ്പോൾ തടസ്സമല്ല, അവർ മ്യൂസിക് സംഗീതമേളക്ക് പോകുമ്പോൾ ഒരു കുഴപ്പമില്ല. ഖുർആൻ്റെ ആയത്തെ നമ്മളിങ്ങനെ എഴുതി അർത്ഥം, അതെന്താ പ്രശ്നം? അതന്നെ പ്രശ്നം. ആൾ കുറയും. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ ഉഡായിപ്പ് കറാമത്തിൻ്റെ കഥകളൊന്നും അവിടെ നടക്കൂല. അതന്നെയാണ് പ്രശ്നം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ നന്നായിട്ട് ആലോചിക്കും. ഈ കുട്ടി രോഗം വന്ന അയ്യൂബ് നബിയുടെ ചരിത്രം. ഇനി കുട്ടിയില്ലാത്ത പ്രശ്നമാണ് നിങ്ങൾക്ക്. പാലക്കാട് പോയിട്ട് വള്ളി കെട്ടേണ്ട ആവശ്യമില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ എത്രാമത്തെ വയസ്സിൽ, 86-ാമത്തെ വയസ്സിലാണ് കുട്ടി കിട്ടണത്. നിങ്ങളറിയോ, ആ ആയത്തുകളൊക്കെ ഒന്ന് എടുത്ത് വായിച്ചാൽ നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടു പോകും. മലക്കുകൾ മനുഷ്യൻ്റെ രൂപത്തിൽ വന്നിട്ട് ഇബ്രാഹിം നബിൻ്റെ വീട്ടിൽ വന്നിട്ട് പറയണം, നിങ്ങളെ പെണ്ണുങ്ങൾ പ്രസവിക്കാൻ നിൽക്കുകയാണ്. ഒരു വയസ്സായ അമ്മാൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ പ്രസവിക്കുമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോഴാണ് ഇബ്രാഹിം നബിൻ്റെ വീട്ടിൽ നിന്ന് ഭാര്യ ഇങ്ങനെ മുഖത്ത് ഫസൊക്കത്ത് വജഹാന്നാണ്, മുഖത്ത് അന്താളിച്ച് കൈവച്ച് പറയും, പടച്ചോരെ ഞാൻ പ്രസവിക്കുകയെന്ന്. അപ്പം മലക്ക് ചോദിക്കുകയാണ്, അച്ചഅജബീന മിൻ അംരില്ലാ, അള്ളാൻ്റെ കാര്യത്തിൽ എനിക്ക് സംശയമോ? അള്ള എന്തും നടത്തുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ലോക്കാവൂല. നമ്മുടെ ജീവിതത്തിൽ നടക്കാത്തത് നടത്തി കാണിച്ചെന്നൊരു പടച്ചോണ്ട്. ചെങ്കടലിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ പ്രിയമുള്ളവരെ, ആ സമുദ്രത്തിൻ്റെ തിരമാലകൾ ആർത്തുലച്ചു വരുന്ന ആ ശബ്ദം തൻ്റെ കർണപടത്തിൽ വന്ന് അടിക്കുമ്പോഴും പുറകിൽ ആയുധ സജ്ജരായിക്കൊണ്ട് ബനു ഇസ്രായേലിലെ ഒരു വലിയ സൈന്യം ഖിബിത്തി വർഗം മുഴുവൻ നിൽക്കുമ്പോഴും ഫറോവയുടെ കിങ്കരന്മാർ ആയുധങ്ങൾ മൂർച്ച കൂട്ടി അവരുടെ ആയുധ സജ്ജീകരണങ്ങൾ കൊണ്ട് ആക്രമിക്കാൻ വേണ്ടി പിറകിൽ വന്ന് നിൽക്കുമ്പോഴും ദുർബലരായ വിശ്വാസികളിൽ ചില ആളുകൾ പറഞ്ഞു, അസ്ഹാബ് മൂസ ഇന്നാ ലമുദ്റകൂൻ, നമ്മൾ പിടിക്കപ്പെട്ടു മൂസ. അപ്പോഴാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അചഞ്ചലമായ തൗഹീദിൻ്റെ വിശ്വാസം ഹൃദയാന്തരങ്ങളിൽക്കുള്ളിൽ ആഴ്ന്നിറങ്ങിയിട്ടുള്ള തൗഹീദിൻ്റെ അള്ളാഹു എന്ന ബോധ്യത്തിൽ നിന്ന് മൂസാ നബി പറഞ്ഞു, കല്ലാ ഇന്ന മഈ റബ്ബി, എൻ്റെ കൂടെ റബ്ബുണ്ട്, ഞാൻ പെടൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല തുറന്നുകൊണ്ട് കാണിച്ചു കൊടുത്തു. മൂസ വടി കൊണ്ട് നടിച്ചോ, അങ്ങോട്ട് തുറന്ന് പോയിക്കോന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. നമ്മൾ ആലോചിച്ച് നോക്കി, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നടക്കാത്തതൊക്കെ, ഒരു മത്സ്യത്തിൻ്റെ ഇവിടെ ഇപ്പോൾ ഒരു മലമ്പാമ്പ് എന്തെങ്കിലും മുഴുങ്ങി കിടക്കണമെങ്കിൽ എന്തോ അതിൻ്റെ പള്ളയിലുണ്ട് നമ്മൾ തോന്നും അല്ലേ? അടിച്ചടിച്ച് എന്തതിൻ്റെ ഉള്ളിൽ നോക്കാം. പക്ഷേ ഒരു കിണറ്റിൻ്റെ ഉള്ളിൽ പാമ്പ് കിടന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും മുഴുങ്ങി കിടക്കണമെങ്കിൽ നമുക്കറിയോ? എന്നാൽ കടലിൻ്റെ ഉള്ളിൽ മത്സ്യത്തിൻ്റെ വയറ്റിൽപ്പെട്ട യൂനുസ് നബി രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ രക്ഷപ്പെടാതിരിക്കുമോ? ഇതെന്തേ നമ്മൾ മനസ്സിലാക്കാത്തത്? ഈ ഖുർആനിൽ ഇത്ര കൃത്യമായി അള്ളാഹു പറഞ്ഞിട്ട് സക്കരിയ നബി അലൈഹി സ്വലാം അള്ളാഹു പറയണം, അല്ലേ, എൻ്റെ ശരീരം കൊണ്ട് ഇനിയൊരു പുരുഷൻ എന്ന നിലയ്ക്ക് എനിക്ക് ശാരീരികമായൊരു കുട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, വഹനല്ലാദുമു മിന്നി വശ്തഅല റഅസു ശൈബ വലം അകും ബിദുആഇക റബ്ബി ശഖിയാ, പടച്ച റബ്ബേ എൻ്റെ ശരീരത്തിന് ദൗർബല്യം ബാധിച്ചിട്ടുണ്ട്, എൻ്റെ ജരാനിര ബാധിച്ചിട്ടുണ്ട്, എൻ്റെ തലമുടി ഇതാ വെട്ടിത്തിളങ്ങുന്നു, പക്ഷേ നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഇന്ന് വരെ ഞാൻ നഷ്ടക്കാരനായിട്ടില്ല, എനിക്ക് പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് ഫഹബ്ലി മിൻ ലദുൻക വലിയ, അല്ലാഹ് എൻ്റെ ഭാഗത്തു നിന്ന് എനിക്കൊരു കുട്ടിനെ തരണം. അപ്പം എന്താ പറഞ്ഞത്? ഫസ്തജബ്നാ ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഉത്തരം കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല യഹിയ എന്ന് പേരിട്ടിട്ട് ഒരു പ്രവാചകരെ അല്ലാഹു സുബ്ഹാനഹു വ തആല യഹിയ സക്കരിയ നബിക്ക് കൊടുക്കുകയാണ്.
അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തേ, ജീവിതത്തിൽ രോഗമുണ്ടോ, ജീവിതത്തിൽ വിഷമങ്ങളുണ്ടോ, ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടോ, സാമൂഹിക പ്രശ്നങ്ങളുണ്ടോ, ശാരീരിക അസ്വസ്ഥതകളുണ്ടോ, എല്ലാവിധ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിലൊന്ന് കുമ്പിടുക. റഹ്മാനായ റബ്ബിൻ്റെ മുമ്പിലൊന്ന് സാഷ്ടാംഗം ചെയ്തുകൊണ്ട് റബ്ബിനോട് കണ്ണുനീർ ചാലിച്ചുകൊണ്ട് പറയാൻ നമുക്ക് പറ്റിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഹരിച്ചു തരും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചാരത്തേക്ക് സ്വഹാബികൾ വന്നുകൊണ്ട് ചോദിക്കുന്ന ചോദ്യം, റബ്ബുനാ ഖരീബ്, പ്രവാചക, ഞങ്ങളുടെ റബ്ബ് ഞങ്ങളുടെ സമീപസ്ഥനാണോ? ഞങ്ങളുടെ റബ്ബ് ഞങ്ങളുടെ അടുത്തുണ്ടോ അതോ അകലെയാണോ? അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങി, യസ്അലൂനക അദാ റസൂലേ വഇദാ സഅലക ഇബാദി, എൻ്റെ അടിമകൾ നിന്നോട് എന്നെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്ക്, ഫഇന്നീ ഖരീബ്, ഞാൻ അവരുടെ സമീപത്താണ്, ഞാൻ അവരുടെ അടുത്ത് തന്നെയുണ്ട്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം കൊടുക്കാം. ഫലിയസ്തജീബൂ ലീ വലിയുക്മിനൂ ബി ലഅല്ലഹും യർശുദൂൻ. അതുകൊണ്ട് എന്നോട് പ്രാർത്ഥിച്ചോ, എന്നോട് ദുആ ചെയ്തോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ റബ്ബ് പറയുകയാണ്, നിങ്ങൾ എന്നോട് ദുആ ചെയ്യണേ, നിരാശ വേണ്ട, നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. പലപ്പോഴും പറ്റിക്കപ്പെടുന്നത് എങ്ങനെയാ? ഒരുപാട് പാപം ചെയ്തവരല്ലേ, ധാരാളക്കണക്കിന് തിന്മ ചെയ്തവരല്ലേ. അതുകൊണ്ട് നമ്മൾ നേരിട്ട് പ്രാർത്ഥിച്ചാൽ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഉത്തരം തരികയില്ല. അതുകൊണ്ടൊരു സ്വാലിഹായ മനുഷ്യനെ, ഒരു ഔലിയയെ ഇടയാളനായി വെച്ചുകൊണ്ട് തവസ്സുൽ ചെയ്ത് റഹ്മാനായ റബ്ബിലേക്ക് നമ്മുടെ ആവശ്യങ്ങൾ എത്തിക്കുക. എന്നാൽ പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണ്? ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, നബിയെ പറഞ്ഞു കൊടുക്ക്. ആരോട് പറഞ്ഞു കൊടുക്ക്? യാ ഇബാദി, എൻ്റെ അടിമകളെ. അല്ല വിളിക്കുക, എന്താ വിളിച്ച്? കുരുത്തം കെട്ട അടിമകളെന്നല്ല. യാ ഇബാദി, എൻ്റെ അടിമകളെ. അതേ, എങ്ങനെയുള്ള അടിമകൾ? സൽക്കർമ്മങ്ങൾ കൊണ്ട് മുന്നേറിയ അടിമകളാണോ? അതേ, അള്ളാഹുവിൻ്റെ പള്ളികളിൽ സ്ഥിരം, അതേ ജീവിതത്തിൽ നിരന്തരമായി നന്മകൾ കൊണ്ട് ജീവിതത്തെ ചിലവഴിച്ച മനുഷ്യന്മാരാണോ? അല്ല. അല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, ധാരാളക്കണക്കിന് തെറ്റുകൾ ചെയ്ത അടിമകളെ. അല്ല വിളിക്കുക, ധാരാളക്കണക്കിന് തെറ്റുകൾ ചെയ്ത അടിമകളെ. ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാ, നിങ്ങൾ അല്ലാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിരാശപ്പെടണ്ട. തീർച്ചയായും ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, നിങ്ങളുടെ എല്ലാ പാപവും ഞാൻ പുറത്തു തരാം. ഇങ്ങനെ അല്ല പറയുമ്പോൾ പ്രിയമുള്ളവരെ, വോയിസ് ഗ്രേഷ്യസ് എന്ന് പറഞ്ഞൊരു സുഡാനിലെ ഒരു നൈജീരിയയിലെ ഒരു ഖുത്ബ ഞാൻ കേട്ടിട്ടുണ്ട്. ആരാണ് കാരുണ്യവാൻ? ഇത്രത്തോളം കാരുണ്യമുള്ള പടച്ചവനെ ഒഴിവാക്കിയിട്ട് പടപ്പിൻ്റെ അടുത്ത് പോകുമ്പോൾ അവന് നരകം ശാശ്വതമാക്കുകയല്ലാതെ പിന്നെ എന്താ അല്ല തരിക? അതുകൊണ്ട് സുഹൃത്തെ, നമ്മുടെ വിശ്വാസം, നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഉറപ്പിക്കേണ്ട വിശ്വാസം അള്ളാഹു എന്ന വിശ്വാസമാണ്. നിങ്ങൾക്കറിയോ, അള്ളാഹു എന്ന വാക്കിൽ തന്നെ നമ്മുടെ അടുത്തുണ്ട്. നമ്മുടെ ശബ്ദം ഉത്ഭവിക്കുന്നിടത്ത്, അറബി ഭാഷ പഠിച്ച ആൾക്കറിയാം, മഖ്റജ് അഥവാ ഒരു അക്ഷരത്തിൻ്റെ ഉത്ഭവത്തിൽ 2 അക്ഷരങ്ങൾ ഉത്ഭവിക്കുന്നത് നമ്മുടെ ശബ്ദത്തിൻ്റെ ഉത്ഭവ സ്ഥാനത്താണ്. ഒന്ന് ഹംസയും ഒന്ന് ഹാവുമാണ്. അള്ളാഹു എന്ന വാക്കിൻ്റെ തുടക്കം ഹംസയാണ്, അവസാനം ഹാ ആണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ വിശദീകരണം ഞാൻ പറഞ്ഞല്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയാണ്, അത്ര അടുത്ത റബ്ബ്, നമ്മുടെ ശബ്ദം ഉത്ഭവിക്കുന്നിടത്ത് അള്ളയുണ്ട്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവൻ്റെ കണ്ടനാടിയേക്കാൾ അടുത്ത് ഞാനുണ്ട്. അതുകൊണ്ട് ആ റബ്ബിനെ ആരാധിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് പറ്റേണ്ടതുണ്ട്. ന്യായങ്ങൾ പലതുണ്ടാവും, ഞാൻ ന്യായങ്ങളെക്കുറിച്ച് പറയുന്നില്ല. അതിങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയാൻ ധാരാളമുണ്ട്. നിങ്ങൾ പറയുന്ന ന്യായങ്ങളൊക്കെ എടുത്തു വെച്ച് ഇങ്ങനെ ഖുർആൻ പരിശോധിച്ചോളി. ഒന്നാമത്തെ ന്യായം കാക്കക്കാരന്മാർക്ക് പരിചയമില്ല എന്നുള്ള. അത് ആദ്യം പറഞ്ഞ ആരാന്നറിയോ? ഫിറൗനാണ്. ഫിറൗനാണ്. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞോട് ഫിറൗൻ ചോദിച്ചു, ആരാ എൻ്റെ റബ്ബ്? അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, എൻ്റെ റബ്ബ് എല്ലാത്തിനെയും സൃഷ്ടിക്കുകയും അതിന് മാർഗനിർദ്ദേശം കൊടുക്കുകയും ചെയ്തവനാണ്. അപ്പോൾ പരാജയപ്പെട്ടു. ഇനി മറുപടി ഇല്ല. അപ്പോൾ ഫറോവയുടെ അടുത്തൊരു ചോദ്യം, പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുമ്പോഴുള്ള ചോദ്യമാണ്. എന്താണെന്നറിയോ? ഫമാ ബാലുൽ ഖുറൂനിൽ ഊല. അപ്പോൾ മൂസാ, നമ്മുടെ മുൻഗാമികളുടെ അവസ്ഥ എന്താ? കാക്കക്കാരനവന്മാരുടെയൊക്കെ അവസ്ഥ എന്താ? മൂസാ നബിയെ പിടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, അതിൻ്റെ ഇൽമ അള്ളാൻ്റെ കയ്യിലാണ്, ഇക്കറിയില്ല. അവരെ നരകത്തിലാക്കും വേണ്ട, സ്വർഗത്തിലാക്കും വേണ്ട, അതുകൊണ്ട് കഴിഞ്ഞില്ലേ? പലപ്പോഴും നമ്മളെ കൊടുക്കാൻ നോക്കാം. എൻ്റെ ബാപ്പ
ഇന്ന സംഭവം ഇന്ന മൊയ്തിമാല ജയിച്ച ആളാണ്, അതുകൊണ്ട് വാപ്പ നരകത്തിലാണോ? അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ മുമ്പിൽ പടച്ചറപ്പെട്ട് ഇനി എന്താ ചെയ്യുക? ആ ചോദ്യമാണ് ആര് ചോദിക്കാൻ നോക്കിയത്? ഫിറോൻ ചോദിക്കാൻ നോക്കിയത്. ഫമാ ബാലുൽ ഖുറൂനിലൂല, മുൻഗാമികളുടെ അവസ്ഥ എന്താ? ഇന്നഹ ഇൽമുഹാ ഇൻദ റബ്ബി, ആ ഇൽമ അള്ളാൻ്റെ അടുക്കലാണ്. ലാ യളില്ലു റബ്ബി വലാ യൻസാ, എൻ്റെ റബ്ബിന് തെറ്റിപ്പോവില്ല, റബ്ബ് മറക്കൂല. അതുകൊണ്ട് ഞാൻ ഇവരെ പറയാൻ അവകാശമില്ല. അവരെ നരകത്തിലാക്കാനും നമുക്ക് അവകാശമില്ല, സ്വർഗത്തിലാക്കാനും അവകാശമില്ല. നമുക്ക് അള്ളാൻ്റെ കയ്യിൽ അതൊന്നും നമുക്കറിയില്ല. അത്ര പറഞ്ഞാൽ അതിനങ്ങോട്ട് ആകെ ചൂളി പോയിട്ട് പാട്ടെ ചെറുപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഏതായാലും ഇനി നടക്കൂല, വാപ്പാനെ നരകത്തിലാക്കിയിട്ട് ഒരു ആദർശത്തിന് അല്ല. ഈ ജാതി ഉഡായിപ്പ് പരിപാടിയിൽ സുഹൃത്തുക്കളെ നമ്മൾ പെട്ടുപോണ്ട. പിന്നെ പറയുന്നത് എന്താ? നമ്മൾ അവരുടെ അടുക്കിലേക്ക് ഇങ്ങനെ അവരോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നില്ല. നമ്മളെ ഇടയിൽ ഒരാളെ നിർത്തിയിട്ട് അങ്ങോട്ട് ഒരു ട്രാൻസ്ഫോമർ, ആ ഉദാഹരണങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, സമയം ദീർഘിക്കും. നിങ്ങൾ വിശുദ്ധ ഖുർആൻ എടുത്ത് നോക്കി. വിശുദ്ധ ഖുർആനിൽ ആ വാദം പറഞ്ഞവരാരാ? സൂറത്ത് സുമറിലെ 3-ാമത്തെ ആയത്ത്. ഞങ്ങൾ ഇവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഇല്ലാ ലിയുഖരിബുന ഇലല്ലാഹി സുൽഫ, അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ഇനി അടുത്തത് പറയുന്നത് എന്താ? ഈ ഇവരുടെ മറ്റൊരു വാദം കൊടുത്ത കഴിവെന്നുള്ളതാണ്. അവർക്ക് അള്ളാഹ് കൊടുത്തിട്ടുണ്ട് എന്ന്. കഴിഞ്ഞ ദിവസം സുഹൃത്തെ ഒരു ഉസ്താദിൻ്റെ പ്രസംഗത്തിൽ ഞാൻ കേട്ടെന്താണെന്നറിയോ? മൊഹിദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലാഹ് ഉളുവെടുക്കുന്ന സമയത്തൊരു പക്ഷി കാഷ്ടിച്ചു. അപ്പോൾ ഉളുവെടുക്കുമ്പോൾ പക്ഷി ഇങ്ങനെ കാഷ്ടിച്ചപ്പോൾ അതൊരു സുഖമല്ലല്ലോ. അപ്പോൾ മൊഹിദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലാഹ് പക്ഷിനൊന്ന് നോക്കി, പക്ഷി ഇതാ കിടക്കണം മയ്യത്ത്. അവളൊന്ന് ആലോചിച്ച് നോക്കണം. അവിടെയാണ് അദ്ദേഹം പറയാണ് അള്ളാഹു അവർക്ക് കൊടുത്ത കഴിവാണെന്ന്. ഈ കൊടുത്ത കഴിവിൻ്റെ വിഷയങ്ങൾ വിശുദ്ധ പ്രവാചകൻ്റെ ഹദീസ് എടുക്കുക. എന്നിട്ട് സ്വഹീഹു മുസ്ലിം 1185, സ്വഹീഹു മുസ്ലിമിൽ 1185, അവിടെ തൽബിയത്ത് മുശ്രിക്കീനുണ്ട്. മുശ്രിക്കീങ്ങളുടെ തൽബിയത്തൊന്ന് എടുത്ത് നോക്കുക. അവിടെ കാണാം ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക്ക് ലാ ശരീക ലക ലബ്ബൈക്ക്. അല്ലേ, അള്ളാഹ് നിനക്ക് ഉത്തരം നൽകി ഞങ്ങൾ വന്നിരിക്കുന്നു. ആരാ പറയുന്നത്? അബൂജഹലും ടീമും. അള്ളാഹുവേ നിനക്കൊരു പങ്കുകാരനില്ല. ആരാ പറയുന്നത്? അബൂലഹബും അബൂജഹലും ഒക്കെ. അപ്പോൾ മുഹമ്മദ് നബി അവിടെ നിന്ന് പറയും ഖത്ത് ഖത്ത്, മതി മതി, ഇനി അപ്പുറത്തേക്ക് വേണ്ട, ആ ആദർശം പ്രശ്നമാണ്. അപ്പോൾ അവർ വീണ്ടും പറയും ഇല്ലാ ശരീക്കൻ, ഒരു പങ്കാളി ഒഴികെ, ഹുവലക്ക, അത് നിൻ്റെയാണ്, തംലിക്കുഹു വമാമലക്ക, അവർക്ക് എന്ത് കഴിവുണ്ടോ അതൊക്കെ നീ കൊടുത്ത കഴിവാണ്. അതാരാ പറഞ്ഞ്? അബൂലഹബ് പറഞ്ഞാണ്. ഞാൻ പറഞ്ഞല്ലോ സ്വഹീഹ് മുസ്ലിം 1185, ഇതൊന്നും നമ്മളെ വാക്കല്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ അങ്ങനെ ഓരോന്നെടുത്താൽ അതൊക്കെ ഈ കാലഘട്ടത്തിൽ പ്രമാണത്തിലേക്ക് വരാത്തതിൻ്റെ പ്രശ്നമാണ്. ഇപ്പം നിങ്ങളെ ഏറ്റവും വലിയൊരു വിഷയം നമ്മളെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം എന്താ? സ്ത്രീ പള്ളി പ്രവേശനമല്ലേ. സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ പറ്റുമോ പറ്റില്ല എന്നുള്ളതാണ്. ഉമ്മു ഹിഷാം എന്ന് പറയുന്ന ഒരു സ്വഹാബി വനിത ഉണ്ട്, ഉമ്മു ഹിഷാം. ആ സ്വഹാബി വനിത പറയുന്നുണ്ട്, ഞാൻ സൂറത്തു ഖാഫ് ഹിഫ്ളാക്കിയത് റസൂലിൻ്റെ ഖുത്ബ കേട്ടിട്ടാണെന്നാണ്. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. സ്വഹീഹ് മുസ്ലിം ആരും അത് അത്തൗഹീദ് AP അബ്ദുൽ ഖാദർ മൗലവി എഴുതിയല്ല. തൗഹീദിൻ്റെ മൗലിക എന്ന് പറഞ്ഞ ഫൈസൽ മൗലവി എഴുതിയ പുസ്തകമല്ല. സ്വഹീഹ് മുസ്ലിം മഹാനായ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ ലോക മുസ്ലിമീങ്ങൾ ഒന്നടങ്കം അംഗീകരിക്കുന്ന കിതാബാണ്. അതിലെന്താ പറയുന്നത്? ഉമ്മു ഹിഷാം എന്ന് പറയുന്ന സഹോദരി സൂറത്തുൽ ഖാഫ് ഹിഫ്ളാക്കിയത് ജുമുഅക്ക് വന്ന് ഖുത്ബ കേട്ടിട്ടാണ്. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു ഖുത്ബയിൽ അദ്ദേഹം ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. ഹദീസ് ഇതാണ്, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ, അള്ളാഹിൻ്റെ പള്ളികളെ തൊട്ട് സ്ത്രീകളെ തടയരുത്. അപ്പം മകൻ ബിലാൽ അവിടെ ഉണ്ട്, അബ്ദുല്ലാഹിബ്നു ഉമറിൻ്റെ മകൻ ബിലാൽ അവിടെ ഉണ്ട്. ബിലാൽ പറഞ്ഞു റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം പറയാണ് ല അംനഹുന്ന, ഞാൻ അവരെ തടയും, ഞാൻ വിടൂല എൻ്റെ പെണ്ണുങ്ങളെ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വന്നിട്ട് ഫസബ്ബ സബ്ബത്തൻ നകിറ എന്നാണ് ഹദീസിൽ. ഭയങ്കരമായി ഇന്നുവരെ മകനെ അങ്ങനെ ചൂടാവണം ഞങ്ങൾ കണ്ടിട്ടില്ല എന്നാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആൾ പറഞ്ഞത്. അത്ര ചൂടായിട്ട് പറയാണ് അഖൂലു ഖാല റസൂലുള്ളാഹ്, ഞാൻ പറയാം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു എന്ന്. അപ്പോൾ ഇജ്ജ് പറയാ എനിക്കിഷ്ടമുള്ള പോലെ ചെയ്യുന്നോ? അങ്ങനെ ചെയ്ത് എനിക്കുള്ളത് ഞാൻ കാണിച്ചു തരുമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് സുഹൃത്തെ അതൊക്കെ അവിടെ ഉണ്ട്, അതൊക്കെ അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കി ഒക്കെ അവിടെ കിടക്കുന്നുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കാനില്ല. പക്ഷേ പ്രമാണങ്ങളിൽ നിന്ന് ഈ സമൂഹം എത്ര അകന്നു. പലപ്പോഴും ഈ ആദർശ പ്രസ്ഥാനത്തിലുള്ള ആളുകൾക്ക് പോലും പെണ്ണുങ്ങൾ പള്ളിക്ക് വരേണ്ട ഒരു നീരസാണ്. അവരെ പള്ളിക്ക് വിടാൻ പറ്റുമോ? അങ്ങനെയാണ് ചില ആളുകൾക്ക് ചിന്ത. അവർ പള്ളിക്ക് പോകണം, അതാണ് ഏറ്റവും അഫ്ളൽ എന്നൊന്നും നമുക്കാർക്കും അഭിപ്രായമില്ല. അവർ പള്ളിക്ക് വരികയാണെങ്കിൽ തടയണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇനി വരികയാണെങ്കിൽ തന്നെ ഇമാം നവവി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഈ ഷറഹു മുസ്ലിമിൽ പറയുന്നുണ്ട് വല മുത്തതയ്യിബതൻ വല മുതസയ്യിനതൻ വല മുതബഖിറതൻ വല ഷാബതൻ വല യുസ്മിഉ സൗത ഖൽഖാൽ, പാദസരത്തിൻ്റെ ശബ്ദം കേൾപ്പിക്കരുത്, അലങ്കാരം സ്വീകരിക്കരുത്, അത്തർ തേച്ച് വരരുത്, സുഗന്ധവ്യഞ്ജനങ്ങൾ പുരട്ടരുത്, അതേപോലെ തന്നെ ഈ പുരുഷന്മാരെ ആകർഷിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണ പാടില്ല. വല ബി സിയാബിൻ ഫാഖിറത്തിൻ, ധാരാ പറഞ്ഞ ഇമാം നവവി, രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന പണ്ഡിതൻ. അതുകൊണ്ട് പ്രമാണങ്ങളിലുള്ളത് ദീനാണ്.
അത് പഠിക്കാൻ നമ്മൾ തയ്യാറായാൽ കുറേ കാര്യങ്ങൾ മനസ്സിലാവും. അതുകൊണ്ട് സുഹൃത്തുക്കളെ ഞാൻ അവസാനിപ്പിക്കാൻ രണ്ടാമത്തെ ചോദ്യം തരും ദീന് അല്ലേ, ദീനി അൽ ഇസ്ലാം എന്ന് പറയണം. ഞാൻ പെട്ടെന്ന് നിർത്താം ഒരു 15 മിനിറ്റിനുള്ളിൽ. ദീനി അൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ? അത് നമുക്ക് പറയാൻ പറ്റുമോ? അത് നമ്മളൊക്കെ ആലോചിക്കണം. അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞ മനുഷ്യന് രണ്ടാമത്തെ ചോദ്യം മാ ദീനുക, ഏതാണ് നിൻ്റെ ദീന്? ദീനി അൽ ഇസ്ലാം, എൻ്റെ ദീന് ഇസ്ലാമാണ് എന്ന് പറയാൻ നമുക്ക് പറ്റുമോ? നമ്മളെ കഴിഞ്ഞ കല്യാണം നടന്നത് എങ്ങനെ? മുസ്ലിം ഇസ്ലാമിൻ്റെ കല്യാണമാണ് നടന്ന് അല്ലേ? നല്ല പാട്ട്, ഡാൻസ്, പെണ്ണിനൊക്കെ ഇരുത്തിയിട്ട് 4 ആൾ അവിടുന്ന് ഇവിടുന്ന് ആംഗിൾ ഫോട്ടോ എടുക്കുക, ഈ പൊസിഷനിൽ നിൽക്കുക, ആ പൊസിഷനിൽ നിൽക്കുക, എന്നിട്ട് എല്ലാ ചക്കന്മാരുടെ ഇടയിൽ നിർത്തിയിട്ട് 4 ക്യാമറ. ഇസ്ലാമാണ് ദീനെന്ന് പറയണമെങ്കിൽ ഇസ്ലാം ദീന് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. എന്താ ദീനിൻ്റെ അർത്ഥം? എന്താ ദീനെന്ന് പറഞ്ഞാൽ? ദീനെന്ന് പറഞ്ഞാൽ അമലെന്ന അർത്ഥം, ദീന് പറഞ്ഞാൽ കർമ്മം എന്ന അർത്ഥം. നമ്മുടെ കർമ്മങ്ങൾ മുസ്ലിം ആവണം. കർമ്മങ്ങൾ ഇസ്ലാമാണോ? ഖബറിൽ പറയാൻ പറ്റും എൻ്റെ ദീൻ ഇസ്ലാമാണ്. നമ്മുടെ വേഷം ഇസ്ലാമാണോ? സഹോദരിമാരെ, മുഖത്ത് പുട്ടിയിട്ട് ചുണ്ടിൽ ലിപ്സ്റ്റിക്കും തേച്ച് ശരീരത്തിൻ്റെ അംഗലാവണ്യങ്ങളെ പുറത്തു കാണിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണം ധരിച്ച് നടക്കുന്ന സ്ത്രീകൾ എങ്ങനെയാണ് നാളെ ബർസഖിൽ ദീനി അൽ ഇസ്ലാം, എൻ്റെ ദീൻ ഇസ്ലാമാണെന്ന് പറയാം? എങ്ങനെ പറയും? സിൻഫാനി മിൻ അഹ്ലിന്നാർ ലം അറഹുമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ 2 വിഭാഗം നരകത്തിലേക്ക് ടിക്കറ്റ് ഉറപ്പിച്ച ആളുകളാണ്. ആരാണവർ? ആ 2 വിഭാഗത്തെയും ഞാൻ കണ്ടിട്ടില്ല. അല്ലാഹു റസൂൽ പറയാൻ അതിലൊരു വിഭാഗം നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്തുൻ റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില ലാ യദ്ഖുൽനൽ ജന്നത വലാ യജിദ്ന റീഹഹാ ഫഇന്ന റീഹഹാ ലയൂജദു മസീറത കദാ വകദാ. ഒരു കൂട്ടം സ്ത്രീകളാണ്, അവർ നരകത്തിലേക്കുള്ളവരാണ്. ഏതാണ് ആ സ്ത്രീകൾ? കാസിയാത്തുൻ, അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, എന്നാൽ ആരിയാത്തുൻ, നഗ്നകളാണ്. ശരീരത്തിൻ്റെ നിമ്നോന്നതികളൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് പുരുഷൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ ടൈറ്റ് ഫിറ്റായിട്ടുള്ള വസ്ത്രമാണ് അവർ ധരിച്ചിട്ടുള്ളത്. മായിലാത്തുൻ മുമീലാത്തുൻ, ചാഞ്ഞും ചെരിഞ്ഞും കൊണ്ടാണ് അവർ നടക്കുന്നത്. റൂസുഹുന്ന കഅസ്നിബത്തിൽ ബുഖ്തിൽ മായില, ഒട്ടകത്തിൻ്റെ പൂഞ്ഞ പോലെ തലയിൽ വലിയ കെട്ടുകളുണ്ട്. അവർ ചാഞ്ഞും ചെരിഞ്ഞും കൊണ്ട് പുരുഷന്മാരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ നടന്നു പോകുന്നു. ലാ യദ്ഖുൽനൽ ജന്ന, ആ സ്ത്രീകൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല. വലാ യജിദ്ന റീഹഹാ, സ്വർഗത്തിൻ്റെ പരിമളം പോലും അവർക്ക് ആസ്വദിക്കാൻ കഴിയില്ല. ഫഇന്ന റീഹഹാ ലയൂജദു മസീറത കദാ വകദാ, ആ സ്വർഗത്തിൻ്റെ പരിമളമാവട്ടെ കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് അടിച്ചു വീശുന്നതാണ്. എത്ര ദുർഭാഗ്യമാണത്, നിങ്ങൾ ആലോചിച്ച് നോക്കി. നല്ലൊരു അത്ര ഒരാൾ അടച്ചിട്ട് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ജലദോഷം അത് കിട്ടുന്നില്ല പറഞ്ഞെങ്കിൽ ഉണ്ടാവും നഷ്ടം അല്ലേ? എന്നാൽ സ്വർഗത്തിൻ്റെ പരിമളം ഇങ്ങനെ അടിച്ചു വീശുന്നുണ്ട്, ഇത് കിട്ടൂല, നരകത്തേക്ക് പോകും വേണം. അവരാണ് ആ സ്ത്രീകൾ. അതുകൊണ്ട് വാപ്പ കൊടുന്ന പർദ്ദ എടുത്തിട്ട് അതിലൊരു 2 ആൾക്ക് കയറാം, അമ്മാക്കും പർദ്ദ വാങ്ങണ്ടെന്ന് ചില കുട്ടികൾ പറയാം. ഭയങ്കര ലൂസാണ്. അപ്പോൾ ഉടനെ എന്ത് ചെയ്യണം? ടൈലറിൻ്റെ അടുത്ത് കൊണ്ടുപോകണം, അതൊന്ന് ബോഡി ഷേപ്പ് ആക്കി തരണം. ഇതാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്. അവരെ ഞാൻ കണ്ടിട്ടില്ല, ജാഹിലിയത്ത് പോലും ഇല്ല എന്ന് പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല അത്തരം ആളുകളെ. നിങ്ങൾ ജാഹിലിയത്തിൻ്റെ സ്ത്രീകളൊന്ന് വായിച്ചു നോക്കി. ഞാൻ ആ വിഷയത്തിൽ കിടക്കല്ല, ദീർഘിച്ചു പോകും. അതുകൊണ്ട് സഹോദരിമാരെ, നമ്മൾ നമ്മുടെ ദീന് ഇസ്ലാമാണെന്ന് ഖബറിൽ പറയണമെങ്കിലേ ഇത് ഇന്നല്ലെങ്കിൽ നാളെ തുടങ്ങും, ഉറപ്പാണ്. നമുക്ക് പാലക്കാട്ടൊരു കുഞ്ഞ് പറഞ്ഞിട്ടുണ്ടല്ലോ, നാജിയ എന്ന് പറയുന്ന സഹോദരി മരണത്തെക്കുറിച്ച് പ്രസംഗിച്ച് പിറ്റേസാണ് മരിച്ചത്. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ആ മരണത്തെക്കുറിച്ചിട്ട്? നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? തൃശ്ശൂർ ജില്ലയിലൊരു സുഹൃത്തും അദ്ദേഹത്തിൻ്റെ ഭാര്യയും വർഷങ്ങളായി ഉംറ ചെയ്യാൻ ആഗ്രഹിച്ച് അവരിങ്ങനെ ആ ആഗ്രഹം അല്ലേ, ആ ദിവസത്തിൽ പോകാൻ വേണ്ടി റെഡിയായി വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി, വീട് പൂട്ടി, വൈഫ് കയറി ഡ്രൈവ് സീറ്റിലിരുന്ന്, ഭർത്താവും കയറി ഡ്രൈവ് സീറ്റിൽ ഇരുന്നിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് വൈഫ് പറഞ്ഞു ഒരു സാധനം മറന്നു, ഒന്ന് കയറി അവിടെ നിന്ന് എടുത്തിട്ട് വരും. വേഗം ഇറങ്ങി ഇറങ്ങിയിട്ട് പോയിട്ട് ഇങ്ങനെ വാതിൽ തുറക്കുമ്പോൾ കുഴഞ്ഞ് വീണാണ്ട് മരിച്ചു. ഇത്രേ ഉള്ളൂ നമ്മുടെ ജീവിതം. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തെക്കുറിച്ചിട്ട്? നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ഇങ്ങോട്ട് വലിച്ചത് വിടാൻ കഴിഞ്ഞില്ലെങ്കിൽ കഴിഞ്ഞു, മിടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ വെച്ചാൽ ഒരു സ്പന്ദനം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആ സ്പന്ദനം അങ്ങോട്ട് നിലച്ചാൽ കഴിഞ്ഞു, മയ്യത്താണ് പിന്നെ. അതുകൊണ്ട് നന്നായി ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്തിയാൽ അത് വലിയ നഷ്ടം തന്നെയായിരിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അവസാനമായി 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, മുഹമ്മദ് നബിയെ കാണിച്ചു ചോദിക്കുന്നത് ആരാണ്? ഇതിൻ്റെ നബിയാണെന്ന് പറയണമെങ്കിലേ ആ നബിൻ്റെ സുന്നത്ത് വേണം ജീവിതത്തിൽ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്ത് വേണം. കളിയാക്കും. താടിയൊക്കെ കാണുമ്പോൾ പലരും പറയും ഇത് ഭയങ്കര താടിയാണ്, ഒന്ന് പഠിച്ചു കളഞ്ഞാളി പറയട്ടെ, കളിയാക്കട്ടെ. ഇത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്താണെന്ന് അഭിമാനപൂർവ്വം പറഞ്ഞ് ജീവിതത്തിൽ കൊണ്ടുനടക്കാൻ പറ്റണം. നിര്യാണിക്ക് മുകളിലേക്ക് വസ്ത്രം കയറ്റി വെക്കാൻ പറ്റണം. മരിച്ചു കിടക്കാൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു
ശരീരത്തിലേക്ക് കുത്തുകളേറ്റ് രക്തം ധാരയായി ഒഴുകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഉമർ റളിയല്ലാഹു പറയാണ്, ഉമറേ മാഷാ അല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ സ്വഹാബിയായി ജീവിച്ച ആളാണ്, സുമ്മ ഉലീത്ത്, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾക്ക് ഒരുപാട് ഖൈറുകൾ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പോകുമ്പോൾ ഉമർ റളിയല്ലാഹു ഇങ്ങനെ നോക്കിയപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ വസ്ത്രം നെരിയാണിക്ക് താഴെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഇർഫ ഇസാറക്ക്, ആ വസ്ത്രം കയറ്റെടുത്തോ, ആ വസ്ത്രം നെരിയാണിക്ക് താഴെയാണ്, അത് നരകാണ്, അത് കയറ്റെടുത്തോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാലേ അത് ഏതെങ്കിലും ഒരു ദിവസത്തിൽ പാട്ടും ജീരകവും ഒക്കെ ആയിട്ട് തരിക്കഞ്ഞൊക്കെ ആയിട്ട് നടക്കേണ്ട ഒരു കാര്യമല്ല. നമ്മളെ ജീവിതത്തിൽ കൊണ്ടുനടക്കണം. അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയണം, അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാന ബഅദ മാ അമാതന വഇലൈഹി നുശൂർ, അൽഹംദുലില്ലാഹി അല്ലദീ ആഫാനി ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി വഅദന ലി ബിദിക്രിഹി എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് അവിടുന്ന് അങ്ങോട്ട് മുഖത്തുനിന്ന് ഉറക്കക്കണ്ണ് തുടച്ച് കളഞ്ഞ് എഴുന്നേറ്റ് നിന്ന് അവിടുന്ന് മെല്ലെ ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഇടതുകാല് വെച്ച് അല്ലാഹുബിനി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ് എന്ന് ചൊല്ലി അവിടുന്ന് ഇറങ്ങുമ്പോൾ ഗുഫ്രാനക എന്ന് ചൊല്ലി വസ്ത്രം ധരിക്കുമ്പോൾ അൽഹംദുലില്ലാഹി അല്ലദീ കസാനി ഹാദ വറസഖനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ എന്ന് പറഞ്ഞ് ബിസ്മില്ല ചൊല്ലി ഭക്ഷണം കഴിച്ച് അൽഹംദുലില്ലാഹി ചൊല്ലി അവസാനിപ്പിച്ച് അവിടുന്ന് അങ്ങോട്ട് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വാഹനത്തിൽ കയറുമ്പോൾ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ എന്ന് ചൊല്ലി ഇങ്ങനെ അതാ ജീവിതത്തിൽ റസൂലിൻ്റെ സ്നേഹം. കിടന്നുറങ്ങുമ്പോൾ വരെ അല്ല ബിസ്മിക അല്ലാഹുമ്മ അഹ്യ വ അമൂതു എന്ന് ചെല്ലുമ്പോഴാണ് അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള സ്നേഹം. ആ സ്നേഹം നമുക്കുണ്ടോ? അതാണ് റസൂലിനോടുള്ള സ്നേഹം എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ വിശദമായി അതിലേക്ക് കടക്കുന്നില്ല. അവസാനത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ഈ 3 ചോദ്യത്തിനും കറക്റ്റ് ആൻസർ കൊടുത്താലും ഒരാൾ വീണ്ടും പരാജയപ്പെടും. അതാരാന്നറിയോ? 4ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പിഴക്കും. 4ാമത്തെ ചോദ്യം വമാ യുദ്രീക്, ഇതെങ്ങനെ പഠിച്ചു എന്നുള്ളതാണ്. ഇതെങ്ങനെ പഠിച്ച്? എൻ്റെ റബ്ബ് അള്ളയാണ്, ദീൻ ഇസ്ലാമാണ്, ഇത് മുഹമ്മദ് നബിയാണ്, ഇതെങ്ങനെ പഠിച്ച്? അപ്പോൾ സത്യവിശ്വാസി പറയും, ഖറഅതു കിതാബല്ലാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിച്ചു, ഞാൻ അള്ളാഹുവിൻ്റെ ഖുർആൻ വായിച്ചു, അങ്ങനെ നബിയെ മനസ്സിലാക്കി, അങ്ങനെ ദീനിനെ മനസ്സിലാക്കി, അങ്ങനെ ഈ റബ്ബിനെ മനസ്സിലാക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുകയാണ്, ആഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ അർത്ഥസഹിതം പഠിക്കാൻ നമ്മൾ കൊടുക്കണ്ടോ? ഒന്ന് കൂടിയിരുന്നിട്ട് പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആനിൻ്റെ അർത്ഥം പഠിക്കാൻ. പലരും എന്താണെന്നറിയോ, ഞാൻ പലപ്പോഴും നമ്മളോട് അനുഭവങ്ങളാണ് പറയുന്നത്. ചില ആളുകളോട് ചോദിച്ചാൽ അവർ പറയണത് ആ സമയത്താണ് 4 കച്ചവടം കിട്ടുക, ഒരു 250 ഉറുപ്പിൻ്റെ കച്ചവടം കിട്ടും, 250 ഉറുപ്പിൻ്റെ കച്ചവടം കിട്ടും. ഞാനൊരു ചരിത്രം പറയാം. റസൂല് മദീന പള്ളിയിൽ ഇങ്ങനെ കയറിയിട്ട് അവിടെ പറ്റ സാധുക്കളാണ്, വസ്ത്രമില്ല, ഭക്ഷണമില്ല, അതൊക്കെ ബാക്കി സ്വഹാബത്ത് കൊടുത്തു കൊടുക്കണം. അത്ര പാവപ്പെട്ട അസ്ഹാബ് സുഫൈൻ. അവരോട് റസൂൽ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇവിടെ തൊട്ടടുത്തുള്ള ചന്തകളിൽ, ഒട്ടക ചന്തകളിൽ ചെന്ന് നല്ല തടിച്ചു കൊഴുത്ത ഒട്ടകത്തെ വാങ്ങാൻ ഇഷ്ടമുണ്ടോ? 2 ഒട്ടകത്തെ വേണോ ചോദിച്ചു. അല്ലേ, ബുത്ഹാനിലും അക്കീക്കിലും ചെന്നിട്ട് അന്ന് അവിടെ അറിയപ്പെട്ട ചന്തകളാണ്. അവിടെ ചെന്നിട്ട് 2 ഒട്ടകത്തെ നിങ്ങൾക്ക് വേണമെന്ന് പാറ്റ സാധുക്കളായ പാവപ്പെട്ട സ്വഹാബത്താണ്. അപ്പോൾ റസൂലിനോട് സ്വഹാബത്തൊക്കെ പറഞ്ഞു, റസൂലെ ഞങ്ങൾ ആരാ അത് വാങ്ങാണ്ടിരിക്കുക, ഞങ്ങൾക്കൊക്കെ അത് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചവരോട് പറയാണ്, എന്നാൽ അള്ളാഹുവിൻ്റെ പള്ളിയിൽ വന്ന് ഒരായത്ത് പഠിക്കലാണ് അതിനേക്കാൾ നല്ലത്. ഒരായത്ത് പഠിക്കലാണ് ഒരു ഒട്ടകം കിട്ടുന്നതിനേക്കാൾ നല്ലത്. നമ്മുടെ വീട്ടിൽ ബെൻസ് ഇങ്ങനെ കയറ്റിയിടുമ്പോൾ അല്ലേ, ഒരു ഭയങ്കരമായ അൽഹംദുലില്ലാ പറയലുണ്ടാവും. എന്നാൽ ഖുർആൻ ക്ലാസ്സിൽ നിന്ന് ഒരു ആയത്ത് പഠിച്ചിറങ്ങുമ്പോൾ അൽഹംദുലില്ലാ അന്ന് മുതലായിട്ടോ എന്ന് പറയാൻ പ്രിയമുള്ളവരെ നമുക്ക് പറ്റുണ്ടോ? അതാ പറയുന്നത്. നമ്മൾ കുടുംബസമേതം, നിങ്ങൾ ആലോചിച്ചു, കുടുംബസമേതം എത്തണം അവിടെയൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മജ്ലിസിൽ നബി ഒരു ചോദ്യം ചോദിച്ചു, ഇന്ന മിന ഷജറത്തി ഷജറത്തുൻ ലാ യസ്ഖുതു വറഖഹാ ഫഇന്നഹാ മസലുൽ മുസ്ലിം. മരങ്ങളുടെ കൂട്ടത്തിൽ ഒരു മരം ഉണ്ട്, അത് മുസ്ലിമിൻ്റെ പോലെയെന്ന് പറഞ്ഞു. മുസ്ലിമിനെ അതിനോട് ഉപമിക്കാം. അങ്ങനെ കുറേ സ്വഹാബത്ത് കുറേ അഭിപ്രായം പറഞ്ഞു. റസൂൽ പറഞ്ഞു അത് ഈത്തപ്പനയാണ്, വിശദമായ ഹദീസാണ്, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അങ്ങനെ ഈ സദസ്സ് പിരിഞ്ഞു പോകുമ്പോൾ ഉമർ റളിയല്ലാഹുവിനുണ്ട്, മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമറുണ്ട്. ഇവർ 2 പേരും പോവാൻ. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ മനസ്സിൽ വന്നിരുന്നു അത് ഈത്തപ്പനയാണെന്ന്, പക്ഷേ വാപ്പി നിങ്ങളൊക്കെ വലിയ കാരണവന്മാരൊക്കെ ഇരിക്കുമ്പോൾ ഞാനത് പറഞ്ഞാൽ നിങ്ങൾക്ക് മോശമല്ലേ എന്ന്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയണം, ഇജ്ജത് പറഞ്ഞുകൂടായിരുന്നില്ലേ, എനിക്കൊരു അഭിമാനമായിരുന്നു, എൻ്റെ കുട്ടിയല്ലേ. ഈ ചരിത്രം എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ അവർ കുടുംബത്തോടെ പോയിരുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഖുർആൻ ക്ലാസ്സിൻ്റെ നോട്ടീസ് വരുമ്പോൾ ഉമ്മാക്ക് മക്കനിട്ട് ഉമ്മാൻ്റെ കൈ കൊണ്ടുകൊടുക്കുക, നിങ്ങൾക്കുള്ള നോട്ടീസ് ആട്ടോളി. വല്ല DJ മ്യൂസിക് ആണെങ്കിൽ ഉമ്മ നേരെ കുട്ടീൻ്റെ കൈ കൊണ്ടെടുത്തത് നിങ്ങൾക്കുള്ള തോന്നുന്നുണ്ട്. ഇത് നമ്മൾ ഒന്നടങ്കം പോകേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ ഭാര്യയും മക്കളും അതുപോലെ തന്നെ കുടുംബക്കാരും എല്ലാവരും ചെന്ന് അത് പഠനം ആരംഭിക്കും. സുഹൃത്തുക്കളെ, അത് പഠിച്ചാൽ കിട്ടുന്ന ആശ്വാസം ഉണ്ടല്ലോ, വേറെ എവിടെയും കിട്ടില്ല. ഉറപ്പാണ്. നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നോ, അനുഭവിച്ചറിയുന്നതാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നോ നിങ്ങളെ മനസ്സിലൊരു ആയത്ത് വരും, നിങ്ങളെ ആശ്വസിപ്പിക്കും ആയത്ത്. കോഴിക്കോട് ജില്ലയിലൊരു സഹോദരി വിളിച്ചിട്ട്
ഫലസ്തീനിലെ പ്രശ്നങ്ങളും ഇതൊക്കെ കണ്ടിട്ട് മനസ്സാകെ ചത്തു, ആകെ പ്രയാസം, ആകെ കണ്ണുനീര്. അപ്പോൾ ആ സഹോദരി ഇങ്ങനെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് ഇശാ വരെയും ആ കണ്ണീരിലാണ്. ഇശാ നിസ്കാരം കഴിഞ്ഞ് തഹജ്ജുദ് അപ്പം തന്നെ നിസ്കരിക്കുന്ന ഒരു സ്വഭാവമാണ്. അപ്പോൾ അവർ ആ നിസ്കാരത്തിലൊരു ആയത്തും ഒരു സൂറത്ത് ഇങ്ങനെ ഓതിയിരുന്നു. അപ്പോൾ ആ സൂറത്തിലൊരു ആയത്തുണ്ട്, ലോകത്ത് നടക്കുള്ളതൊക്കെ അള്ളാൻ്റെ തീരുമാനമാണ്. ഈ ആയത്ത് ഓതിയപ്പോൾ അവർക്കൊരു സമാധാനം കിട്ടിയെന്നാണ്. അങ്ങനെ ആ സഹോദരി നമ്മൾ വിളിച്ചിട്ടൊരു അനുഭവം പറഞ്ഞു. ഉസ്താദെ, ഈ ഖുർആൻ സമാധാനം എന്ന് പറഞ്ഞാൽ അത് വളരെ സത്യമാണ്. ഖുർആൻ സമാധാനം എന്ന് പറഞ്ഞാൽ വളരെ സത്യമാണെന്നാണ്. ബഹുമാനെ ആരിസ് മൗലവി ഒരു അനുഭവം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക് വളരെ പ്രായം ചെന്നൊരു മനുഷ്യൻ 5-6 കിലോമീറ്ററുകൾ താണ്ടിക്കൊണ്ട് ഖുർആൻ ക്ലാസ്സിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഒരു ദിവസം ആരിസ് മൗലവി അദ്ദേഹത്തോട് ചോദിച്ചു എന്നാണ്, എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ വരാനുള്ളൊരു പ്രചോദനം? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞോലോ, ഞാൻ ചെറുപ്പത്തിലേക്ക് സങ്കടം ഉണ്ടാകുമ്പോൾ ഞാനിങ്ങനെ കരഞ്ഞ് നിൽക്കുമ്പോൾ എൻ്റെ ഉമ്മ പറയും ഖുർആൻ എടുത്ത് വായിച്ചാൽ സങ്കടം പോകും. അപ്പോൾ ഇവൻ ചെറുപ്പത്തിൽ വളരെ ചെറിയ കുട്ടിയായിരിക്കുന്ന കാലത്ത് തന്നെ ഖുർആൻ എടുത്ത് വായിക്കും. അപ്പം ഇങ്ങനെ ആ സങ്കടമൊക്കെ ഇങ്ങനെ പോയി കിട്ടലുണ്ട്. അത് വെറുതെ വായിക്കുമ്പോൾ, അർത്ഥം അറിയാണ്ട് വായിക്കുമ്പോൾ തന്നെ എനിക്ക് സങ്കടം അങ്ങനെ നഷ്ടപ്പെട്ട് ഇല്ലാണ്ടായിരുന്നു. അപ്പോൾ ആ ഖുർആൻ്റെ അർത്ഥം ഇവിടെ പഠിപ്പിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ വരാണ്ടിരുന്ന എത്ര മോശം. അപ്പോൾ വലുപ്പത്തിൽ ആ ഖുർആൻ്റെ അർത്ഥം പഠിക്കൊക്കെ നല്ല ആഗ്രഹമുണ്ട്. കാരണം അറിയാണ്ട് വായിച്ചപ്പോൾ പോലും എൻ്റെ സങ്കടം പോയിട്ടുണ്ടെങ്കിൽ അറിഞ്ഞ് വായിച്ചാൽ എത്ര സങ്കടം പോകുന്നതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ഖുർആനെ വായിക്കുക. നിങ്ങൾക്കറിയോ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ സ്നേഹിച്ച പോലെ നമ്മളെ ഉമ്മ പോലും നമ്മളെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല. ഒരിക്കലും ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ റസൂലിൻ്റെ മടിയിൽ ഇങ്ങനെ തല വെച്ച് കിടക്കുമ്പോൾ റസൂലിൻ്റെ മുഖത്ത് വലിയ ടെൻഷനൊന്നുമില്ല. അപ്പോൾ റസൂലിനോട് ആയിഷ ബീവി ചോദിച്ചു, റസൂലെ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ ഗ്ഫിർലി ആയിഷ മാ തഖദ്ദമത് മിൻ ദംബിഹാ വമാ തഅഖറത് വമാ അഅലനത് വമാ സറത്. അല്ലാഹുവേ, ആയിഷ ബീവിക്ക് പുറത്തു കൊടുക്കണേ, അവളുടെ ഇന്നലകളിൽ വന്നുപോയ തെറ്റുകൾക്ക്, ഇനി വരാനുള്ള തെറ്റുകൾക്ക്, രഹസ്യമായി ചെയ്ത തെറ്റുകൾക്ക്, പരസ്യമായി ചെയ്ത തെറ്റുകൾക്ക്. ഇതിന് കേട്ടപ്പോൾ ആയിഷ ബീവി ചെറിയ പ്രായക്കാരെത്തിയാണ്, നമുക്കറിയാലോ, 16 വയസ്സ് ആ പ്രായമൊക്കെയാണ്. അപ്പോൾ ആയിഷ ബീവി സന്തോഷത്തോടെ കൊണ്ട് നീച്ചിട്ട് തുള്ളിച്ചാടിയെന്ന് ഹദീസിൽ കാണാൻ കഴിയും. സന്തോഷം കൊണ്ട് ഇങ്ങോട്ട് നീച്ചിങ്ങനെ ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ റസൂൽ ചോദിച്ചു, അയസുറുക്കി ദുആ ഈ ആയിഷ, ആയിഷ എൻ്റെ പ്രാർത്ഥന എനിക്ക് സന്തോഷം ഉണ്ടാക്കിയോ? ആയിഷ എൻ്റെ പ്രാർത്ഥന എനിക്ക് സന്തോഷമാക്കിയോ? അപ്പോൾ ആയിഷ ബീവി പറയുന്നത്, റസൂലെ ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കുക? നിങ്ങൾ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളല്ലേ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അള്ളാഹ് സ്വീകരിക്കാതിരിക്കുമോ? അപ്പോൾ റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മൾ കണ്ണ് നനയേണ്ട വാക്കാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, എന്നാൽ ആയിഷ നീ അറിയണം, ഇന്നഹാ ദുആഇ ലി ഉമ്മത്തി ഫീ കുല്ലി സ്വലാത്തിൻ, എൻ്റെ ഉമ്മത്തിന് വേണ്ടി എൻ്റെ എല്ലാ സുജൂദിലും ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ പ്രാർത്ഥനയാണെന്നാണ്. സഹോദരങ്ങളെ, നമുക്കൊക്കെ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂല് ഓരോ സുജൂദിലും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ റസൂലിന് വേണ്ടി ബാങ്കിൻ്റെ ശേഷം അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ ആത്മാർത്ഥ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? ആ റസൂലിന് വേണ്ടി മുഖത്ത് താടി വെച്ച് എൻ്റെ റസൂലിനെ ഇഷ്ടമാണെന്ന് പറയാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനൊത്ത് ജീവിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? ആകാശത്ത് കാർമേഘങ്ങൾ കൂരിരുൾ കൂടിയാൽ മുഹമ്മദ് മുസ്തഫ റസൂലിൻ്റെ മുഖത്ത് ദുഃഖം കൊണ്ട് ആവരണം ചെയ്യും. ആയിഷ ബിബി ചോദിക്കും, യാ റസൂലല്ലാഹ് മാ ഹാദാ, റസൂലേ എന്തേ പ്രശ്നം? എന്തിനാ ഇങ്ങനെ ഭദ്രവൈകരനാവുന്നത്? എന്തിനാണ് ഇങ്ങനെ ആശങ്കപ്പെടുന്നത്, ഭയപ്പെടുന്നത്? ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നത്, ആ കാർമേഘം കണ്ട് നീങ്ങിപ്പോയാൽ റസൂലിൻ്റെ മുഖത്തൊരു തെളിച്ചമുണ്ടാകും. എൻ്റെ റസൂലെ നിങ്ങൾ എന്തിനാ പേടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ റസൂലിൻ്റെ വാക്ക്, എൻ്റെ ഉമ്മത്തിനെ അള്ളാഹ് നശിപ്പിക്കുമെന്നുള്ള പേടിയാണെന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമുക്കറിയാം അള്ളാഹുവിൻ്റെ റസൂലിന് എല്ലാ അമ്പിയാക്കൾക്കും അള്ളാഹ് ഒരു ദുആ കൊടുത്തിട്ടുണ്ട്, സ്വീകരിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥന. ആ അമ്പിയാക്കളൊക്കെ അത് പ്രാർത്ഥിച്ചിട്ടുണ്ട്, പക്ഷേ റസൂല് പ്രാർത്ഥിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് പരലോകത്തേക്ക് വേണ്ടി എൻ്റെ ഉമ്മത്തിന് വേണ്ടി മാറ്റിവെച്ചു എന്നാണ് പറഞ്ഞത്. എൻ്റെ ഉമ്മത്തിന് വേണ്ടി ഞാൻ മാറ്റിവെച്ചു. നിങ്ങൾക്കറിയോ റസൂലിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നം വന്നിട്ടുണ്ട്. 3 മാസം ഭക്ഷണം കഴിക്കാനില്ലാതെ വലിയ വലിയ പട്ടിണി സഹിച്ച പ്രവാചകൻ, തൻ്റെ പ്രിയപ്പെട്ട 2 മക്കളെ ത്വലാഖ് ചെയ്യപ്പെട്ട പ്രവാചകൻ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളെ ഒട്ടകപ്പുറത്തുനിന്ന് വലിച്ചിട്ട് ഗർഭം അലസിപ്പിച്ചു പോയ അവസ്ഥയുണ്ടായിട്ടുണ്ട്. ശത്രുക്കൾ റസൂലിനെ ചുറ്റും വളഞ്ഞ് കൊല്ലാൻ നിന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ജൂത സമൂഹം പ്രവാചകൻ്റെ തലയിലേക്ക് പാറക്കല്ലെടുത്ത് നിന്നാൻ ഉണ്ടായ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഉഹദിൻ്റെയും ബദറിൻ്റെയും ഖന്തക്കിൻ്റെയും ചരിത്രത്തിൽ ത്യാഗങ്ങൾ റസൂൽ എത്ര അനുഭവിച്ചു. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടില്ല, നമുക്ക് വേണ്ടി മാറ്റിവെച്ചു. ഇനി ചിന്തിച്ചോ, ആ റസൂൽ പരലോകത്ത് വന്ന് റസൂലിനൊരു സങ്കടമുണ്ട്. ആ റസൂലിനൊരു സങ്കടമുണ്ട്, എൻ്റെ ഉമ്മാക്കൊരു സങ്കടമുണ്ടെന്ന് പറഞ്ഞു അടുത്തിരുന്ന് കേൾക്കാൻ പ്രിയമുള്ള മക്കളെ നമ്മൾ സന്നദ്ധരാണ്. ബാപ്പാക്കൊരു സങ്കടമുണ്ട് മോനെ എന്ന് പറഞ്ഞാൽ, എന്താ ബാപ്പ നിങ്ങളെ സങ്കടം ഒന്ന് പറയും, പരിഹരിക്കാലോ എന്ന് പറയുന്നവരാ നമ്മൾ.
പക്ഷേ പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ റസൂലിനൊരു സങ്കടമുണ്ട് പരലോകത്ത്. എന്താണെന്നറിയോ? യാ റബ്ബി ഇന്ന ഖൗമീ ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. യാ റബ്ബി, എൻ്റെ റബ്ബേ, ഇന്ന ഖൗമീ, നിശ്ചയമായും എൻ്റെ സമൂഹമുണ്ടല്ലോ, ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ, ഈ ഖുർആനിനെ അവർ അവഗണിച്ച് കളഞ്ഞല്ലോ. അവർ പഠിച്ചില്ല, അവർ മനസ്സിലാക്കിയില്ല. നിങ്ങൾക്കറിയോ പ്രിയമുള്ളവരെ, എന്ത് ത്യാഗം സഹിച്ചുകൊണ്ടാണ് ഈ വഹി നമുക്ക് എത്തിച്ചെന്നത്? അള്ളാഹുവിൻ്റെ റസൂല് 23 വർഷം കൊണ്ട് റസൂലെ ആ ഹജ്ജത്തുൽ വദായിൽ അള്ളാഹുവിൻ്റെ റസൂല് ലക്ഷക്കണക്കിന് സ്വഹാബത്തിനെ നിരത്തിക്കൊണ്ടൊരു ചോദിച്ചൊരു ചോദ്യമുണ്ട്. അബല്ലഗത്തുക്കും, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചെന്നില്ലേ? അള്ളാഹു എനിക്ക് വഹി തന്നത് ശത്രുക്കൾ കഴുത്തിൽ വലിയ വലിയ വസ്ത്രം കൊണ്ട് കുരുക്കി കൊല്ലാൻ ശ്രമിച്ചിട്ടും പട്ടിണിക്കിട്ടിട്ടും, ഷാബ് അബീ ത്വാലിബിൻ്റെ മലഞ്ചെരുവിൽ മാസങ്ങളോളം പട്ടിണിക്കിട്ടിട്ടും ഞാൻ നിർത്തിയിട്ടില്ല എൻ്റെ പ്രബോധനം. ഒരുപാട് ആളുകളെ തളർത്താൻ ശ്രമിച്ചു, എൻ്റെ മക്കളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, എൻ്റെ മക്കളെ പ്രയാസപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് അവസാനിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് സ്വഹാബ, ഞാൻ എത്തിച്ചു തന്നിട്ടില്ലേ നിങ്ങൾക്ക് എൻ്റെ ദൗത്യത്തെ? കണ്ണുനീരിൽ ചാലിച്ചുകൊണ്ട് സ്വഹാബത്ത് അഖിലവും പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, റസൂലെ എത്തിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെ ചൂണ്ടിയ വിരലുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ റസൂല് ആകാശത്തിലേക്ക് ഇങ്ങനെ ചൂണ്ടിയിട്ട് പറഞ്ഞു എന്നാണ്, അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുമ്മ അഷ്ഹദ്. അല്ലാഹ്, നീ സാക്ഷിയാണ്, നീ സാക്ഷിയാണ്. ത്വായിഫിൻ്റെ രണഭൂമിയിലേക്ക്, തായിഫിൻ്റെ മണ്ണിലേക്ക് ഞാൻ ഓടിച്ചെന്നപ്പോൾ അഭയം നൽകുമെന്ന പ്രതീക്ഷയിൽ എൻ്റെ അബൂ ത്വാലിബ് മരിച്ചു പോയപ്പോൾ, എൻ്റെ ഖദീജ മരിച്ചു പോയപ്പോൾ, എനിക്ക് അഭയം നൽകുമെന്ന പ്രതീക്ഷയിൽ എൻ്റെ അമ്മാവന്മാരുടെ ആൾ താമസമുള്ള ആ ത്വായിഫിൻ്റെ മണ്ണിലേക്ക് എത്തിയപ്പോൾ തെണ്ടിപ്പിള്ളേരുടെ കൈകളിൽ കല്ല് കൊടുത്ത് എന്നെ എറിഞ്ഞാട്ടിയിട്ടും ഞാൻ ഒഴിവാക്കിയിട്ടില്ല എൻ്റെ പ്രബോധനത്തെ. മദീനയിലേക്കും ശത്രുക്കൾ ആക്രമിച്ച് ഈ മദീനക്കുള്ളിലേക്ക് കടന്നു വരാൻ ശ്രമിച്ചപ്പോഴും ഇല്ല, ജീവിതത്തിൽ എന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് ഒരല്പം പോലും പിന്നോട്ട് ഞാൻ നടന്നിട്ടില്ല എന്നാണ്. അതുകൊണ്ട് ആ റസൂലുള്ളാഹിയാണ് പ്രിയമുള്ളവരെ ഈ സന്ദേശം നമുക്ക് എത്തിച്ചു തന്നിട്ടുള്ളത്. അത് നമ്മൾ മുറുകെ പിടിക്കുക, ആ ഖുർആനിനൊത്ത് ജീവിക്കുക, ജീവിതത്തെ വിമലീകരിക്കുക, അതാണ് നമ്മൾ ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഈ ദഅവത്ത്, ഈ സത്യം നമ്മൾ ഒളിപ്പിച്ചു വെക്കാനുള്ളതല്ല. നമ്മൾ ഈ സമൂഹത്തിന് നസീഹത്ത് കൊടുക്കേണ്ടവരാണ്. നമ്മൾ ഈ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടവരാണ്. പീഡനങ്ങൾ വരും, പരീക്ഷണങ്ങൾ വരും. സാധാരണഗതിയിൽ പറയാറുണ്ട്, മുജാഹിദുകൾ ഒരു ഉപമ പറയാറുണ്ട്. അറബ് നാട്ടിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫുട്ബോളിനുള്ളിൽ നിറയെ കല്ലുകൾ നിറച്ചുകൊണ്ട് ആ ഫുട്ബോൾ ഇങ്ങനെ റോട്ടിൽ വെച്ചു എന്നാണ്, നിറയെ കല്ല. അപ്പോൾ ഒരാളിങ്ങനെ നടന്നു വരുമ്പോൾ അയാളോട് പറഞ്ഞു, ആ ബോളൊന്നും ഇങ്ങോട്ട് തട്ടിത്തരീന്ന്. അറബി കുട്ടികളാണല്ലോ വികൃതി. അപ്പോൾ ആ ബോളൊന്ന് തട്ടിത്തരീന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ബാക്കിലേക്ക് ഇങ്ങോട്ട് പോയിട്ട് ദൂരത്തുനിന്ന് വന്ന് തട്ടണം വെച്ചിട്ട് ബാക്കിലേക്ക് പോവാണെന്നാണ്. അങ്ങനെ ബാക്ക് പോയി ഓടി വന്നത് തട്ടാൻ നിൽക്കുമ്പോൾ ഒരു കുട്ടി പറഞ്ഞ ലാ തട്ടല്ലേ, അതിനുള്ളിൽ കല്ലുണ്ട്, നിങ്ങളെ കാല് പൊട്ടിപ്പോകും. ഇതാണ് മുജാഹിദ്. എത്ര നിങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചാലും, എത്ര തളർത്താൻ ശ്രമിച്ചാലും, ഏതെല്ലാം വാക്കുകൾ കൊണ്ട് നോവിക്കാൻ ശ്രമിച്ചാലും, നമ്മളുടെ ഉത്തരവാദിത്തം ഈ ആദർശം ഈ സമൂഹത്തിന് എത്തിക്കുക എന്നുള്ളതാണ്. കോഴിമുട്ട കൊണ്ട് എറിഞ്ഞവൻ, കാസർഗോഡ് ജില്ലയിലൊരു സുഹൃത്ത് ബഹുമാനായ നമ്മുടെ ഒരു മൗലവിയുടെ അടുത്ത് വന്ന് ഒരു ജുമാക്ക് കെട്ടിപ്പിടിച്ചു പറഞ്ഞോലോ, ഞാൻ നിങ്ങളെ കോഴിമുട്ട കൊണ്ട് എറിഞ്ഞിട്ടുണ്ട്, പക്ഷേ ഈ സത്യം ഞാൻ മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ തൗഹീദ് ഉൾക്കൊണ്ടു എന്നുള്ളത്. അതുകൊണ്ട് മനസ്സെപ്പോഴോ ഒരു പക്ഷേ ഹിദായത്തിലേക്ക് വരാം. അള്ളാഹു നമ്മുടെ സമൂഹത്തിനെല്ലാം അള്ളാഹുവിൻ്റെ തൗഹീദിലേക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ കൂട്ടത്തിൽ പലരും പരീക്ഷണങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അള്ളാഹു അവർക്കെല്ലാം ആ പ്രയാസങ്ങൾ ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുടെ രോഗത്തിന് ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. മരണപ്പെട്ടുപോയ മാതാപിതാക്കളുണ്ടെങ്കിൽ അവർക്ക് കൂടുതലായി പ്രാർത്ഥിക്കണം. അത് ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ഖബറിൻ്റെ അടുത്ത് പോയിട്ടല്ല, ഏതെങ്കിലും ഒരു പെരുന്നാൾക്ക് ഖബറിൻ്റെ അടുത്ത് പോയിട്ടല്ല. ഈ പറ്റുമെങ്കിൽ ഇടയ്ക്കിടെ പോവുക, ആ ഖബറിനടുത്ത് പോയിട്ടും അല്ലാതെയും ഒക്കെ പ്രാർത്ഥിക്കുക. എന്തിനാണ് നമ്മൾ ഖബറിൻ്റെ അടുത്ത് പോണത്? നമ്മളും മരിക്കാനുള്ളതാണ്. ഒരുപാട് ആളുകൾ ഇതേപോലെ വണ്ടി ഓടിച്ച് ബിസിനസ് നടത്തി, അതേപോലെ തന്നെ സിനിമ കണ്ട് തോന്നിയാസങ്ങളുടെ പിന്നാലെ പോയി ഡാൻസ് കളിച്ച് അങ്ങനെയൊക്കെ ജീവിച്ച പലരും മരിച്ചുപോയില്ലേ? ആരാ മരിക്കാത്ത? അല്ലെ, ലോകത്ത് അറിയപ്പെട്ടല്ലേ, കേരളത്തിൽ അറിയപ്പെട്ടൊരു പ്രശസ്ത നടന്നല്ലേ മരിച്ചുപോയില്ലേ? ആരാ മരിക്കാത്ത സുഹൃത്തെ? അതുകൊണ്ട് യമുറു അക്കാരിബി ജംബാത്തു കബരി, എൻ്റെ ഖബറിൻ്റെ ഇടയിലൂടെ നമ്മുടെ ബന്ധുക്കൾ ഇങ്ങനെ നടന്നു പോകും. പക്ഷേ കാരിബിലായ അരിഫൂനി, അവരിങ്ങനെ നടന്നു പോകുമ്പോഴും നമ്മളും അവരും തമ്മിലൊരു ബന്ധമില്ലാത്ത പോലെ അവർ നടക്കുക അല്ലേ? നമ്മുടെ പ്രിയപ്പെട്ടവരെ ഒരു പക്ഷേ നമ്മളെ മറമാടിയ ഖബറിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ പോകുമ്പോഴും ചിലപ്പോൾ ഇങ്ങോട്ട് നോക്കുപോലുമില്ല. കാരണം അത് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളങ്ങനെ ആവരുത്. നമ്മുടെ അമ്മക്ക് വേണ്ടി, അമ്മ മരിച്ചവരുണ്ടാവും, വാപ്പ മരിച്ചവരുണ്ടാവും, ആ ഖബറിങ്കൽ ചെന്നുകൊണ്ട് പലർക്കും അറിയില്ല എവിടെയാണ് ഖബറെന്ന്, അതിന് അടയാളം വെക്കണം.
അടയാളം വെക്കേണ്ട സുഹൃത്തെ. ഇടക്കിടക്ക് പോയി നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അടയാളമൊന്നും വേണ്ട. ഞാൻ ഖബറിൻ്റെ അടുത്ത് തന്നെ പോയി പ്രാർത്ഥിക്കണം എന്ന് റസൂൽ പറഞ്ഞിട്ടില്ല. ബക്കീൽ അർക്കത് നോക്കി നോക്കി നിങ്ങൾ പോയിട്ട്. ബക്കീൽ അർക്കത് മദീന ഉംറക്കൊക്കെ പോകണവരല്ലേ, അതിൻ്റെ അപ്പുറത്ത് പോയി നോക്കി നോക്കി അവിടെ എവിടെ അടയാളമുള്ളത്. അങ്ങനെ ഒരു മരുഭൂമിയാണ്. അതുകൊണ്ട് ഖബറിൻ്റെ അടുത്ത് പോകുന്നത് അള്ളാഹിനോട് പ്രാർത്ഥിക്കാനാണ്, അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യന്മാരോടല്ല. അള്ളാഹിനോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു ബോധം ഉണ്ടാവുക. തുദക്കിർക്കുമുൽ ആഖിറ, പരലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ. ഇനി ഞാനും ഇതേപോലെ തന്നെ ഓടി ചാടി നടന്ന കുറേ മനുഷ്യന്മാർ ഇവിടെ കിടക്കുന്നുണ്ട്. ഖബറിൻ്റെ അടുത്ത് പോയി നോക്കി. എൻ്റെ കയ്യിൽ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ഭാഗത്തൊരു പള്ളിക്കാട്ടിനടുത്ത് പോയപ്പോൾ ഒരു ചെറിയ ഖബറുണ്ട്, ഒരു വലിയ ഖബറുണ്ട്. ഒരു ഉമ്മയും മോനും ഒരുമിച്ച് മരിച്ചതാണ്. പ്രസവത്തിൽ കുട്ടിയും മരിച്ചു, ഉമ്മയും മരിച്ചു. അപ്പോൾ വലിയ ഖബറുണ്ട്, തൊട്ടടുത്ത് ചെറിയ ഖബറുണ്ട്. അത്രേ ഉള്ളൂ. അത് നോക്കുമ്പോൾ നമ്മളെ മനസ്സിൽ ചില ചിന്തകളുണ്ട്. പടച്ചോനെ, ഞാനും ഇങ്ങനെയൊക്കെ കടക്കാനുള്ളതാണ്. ഒരു മണ്ണിനടിയിൽ മറമാടപ്പെട്ട് തുറക്കപ്പെടില്ലല്ലോ, കഴിഞ്ഞില്ലേ. ഞാരെ തുറന്നു നോക്കുക. തുറക്കാൻ കഴിയാത്തൊരു മണ്ണറക്കുള്ളിൽ അടക്കപ്പെടേണ്ടവരാണ് നമ്മൾ. ആ ബോധ്യത്തിൽ ചില തിരിച്ചറിവുകളോടെ ജീവിതത്തെ വിമലീകരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല തസ്കിയത്തോടു കൂടി ജീവിക്കാൻ, നല്ല ഉത്തമമായ റബ്ബിനെക്കുറിച്ചുള്ള ബോധ്യത്തോടെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും എൻ്റെ കൂടെ റബ്ബുണ്ട് എന്ന ആ ഒരു ഉത്തമമായ തിരിച്ചറിവോടെ ജീവിക്കാൻ നമ്മളെ സഹായിക്കുമാറാകട്ടെ. അള്ളാഹു ഹിദായത്തിൽ നിലനിൽക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത്ത് ഖുലൂബനാ അലാ ദീനിക് എന്ന് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന സുഡാനിലും അതുപോലെ തന്നെ ഫലസ്തീനിലും ഒട്ടനേകം പ്രദേശങ്ങളിൽ ബുദ്ധിമുട്ടുന്ന മുസ്ലിമീങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സഹായം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മുഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദൈന മിനൻ നാർ അല്ലാഹുമ്മ അഇസ്ൽ ഇസ്ലാമ വൽ മുസ്ലിമീന വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ അല്ലാഹുമ്മ ദമ്മിർ അഅദാഅക വഅഅദാഅൽ ഇസ്ലാമി വൽ മുസ്ലിമീൻ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.